അതിനകത്ത് ഇന്ന് കുറച്ച് പുതിയ ആൾക്കാരുള്ളത് കൊണ്ട് സ്വാമി ഒന്ന് പരിചയപ്പെടുത്താം. ശ്രീമദ് സ്വാമി ബ്രഹ്മവരാനന്ദ. അദ്ദേഹം കാലടി അദ്വൈതാശ്രമത്തിലെ സന്യാസ ശ്രേഷ്ഠനാണ്. ഇപ്പോ കഴിഞ്ഞ എനിക്ക് തോന്നുന്നൊരു 1.5 വർഷം 2 വർഷത്തിനടുത്തായി 1.5 വർഷത്തിന് മേലെയായിട്ട് ഇവിടെ ഇപ്പോൾ ഉപനിഷത്ത് ക്ലാസ്സുകൾ സ്ഥിരമായിട്ട് എല്ലാ മാസവും ഒരു ദിവസം എന്നുള്ള നിലയ്ക്ക് നടന്നു വരുന്നുണ്ട്. കേനോപനിഷത്ത്, ഈശാവാസ്യ ഉപനിഷത്ത്, 2 ഉപനിഷത്തുകൾ കഴിഞ്ഞു. ഇപ്പം 3-ാമത്തെ ഉപനിഷത്തിന്റെ ആരംഭമാണ്. ഇപ്പൊ കഴിഞ്ഞ ഒരു 2 വർഷമായിട്ട് തുടർച്ചയായിട്ട് നമ്മളുടെ യോഗാധ്യാപകരാണ് ഇതിൽ അധികം പങ്കെടുക്കുന്നത്. അവർക്ക് വേണ്ടിയിട്ടുള്ള ഈ ഉപനിഷത്ത് വിചാരം എന്നുള്ള ഒരു ക്ലാസ്, ഉപനിഷത്തിനെ പരിചയപ്പെടുത്തുക, സ്വാമി വിവേകാനന്ദ സ്വാമികളുടെ ഒരു ആഗ്രഹവും അദ്ദേഹത്തിന്റെ ഒരു സങ്കല്പമായിരുന്നു ഈ ഉപനിഷത്തുകൾ ഗ്രാമാന്തരങ്ങളിലേക്ക് അല്ലെങ്കിൽ ജനഹൃദയങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള അദ്ദേഹത്തിന്റെ ഒരു സങ്കല്പം കൂടിയിട്ടാണ്. നമ്മുടെ ഈ സ്ഥാപനം തുടങ്ങുന്നത് വിവേകാനന്ദ സ്വാമികളുടെ 100ാമത് ജയന്തി ആഘോഷ സമയത്താണ്. അങ്ങനത്തെ ഒരു ലക്ഷ്യം വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാം ഇങ്ങനെ കണ്ടക്ട് ചെയ്യുന്നത്. കഴിഞ്ഞ 2 വർഷമായിട്ട് ഈ കാര്യത്തിൽ 100% നമ്മുടെ കൂടെ നിന്നിട്ട് ഈ ഒരു ക്ലാസ്സിന് വേണ്ടിയിട്ട് ഇവിടെ എത്തി നമ്മളോടൊപ്പം തന്നെ ഈ വിഷയങ്ങൾ അവതരിപ്പിക്കും, അപ്പം നമ്മുടെ സംശയങ്ങളൊക്കെ ദൂരീകരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന സ്വാമിയാണ് ശ്രീ ബ്രഹ്മവരാനന്ദ സ്വാമി. അദ്ദേഹത്തെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുന്നതോടൊപ്പം ഈ ക്ലാസ്സിലേക്ക് ക്ഷണിക്കുകയാണ്. കൂടുതലായിട്ട് നിങ്ങൾക്ക് ഈ ക്ലാസ്സിന് ശേഷം അദ്ദേഹത്തെ പരിചയപ്പെടാനുള്ള അവസരമുണ്ട്. കാലടിയിൽ ശങ്കരാചാര്യ ആശ്രമത്തിനോട് ചേർന്നിട്ട് തന്നെയാണ് നമ്മളുടെ രാമകൃഷ്ണ ആശ്രമം ഉള്ളത്. ധാരാളം ആക്ടിവിറ്റികൾ അവിടെയും നടക്കുന്നുണ്ട്. എല്ലാ 2ാമത്തെ ശനിയാഴ്ചകളിൽ സത്സംഗങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരോ വിഷയങ്ങളെ ആസ്പദമാക്കിയിട്ടുള്ള ക്ലാസ്സുകൾ, കാര്യങ്ങൾ, സ്പിരിച്വൽ ആയിട്ടുള്ള നമ്മുടെ ആധ്യാത്മിക വികാസത്തിന് ഉതകുന്ന ഇതര ആക്ടിവിറ്റീസ്, കാര്യങ്ങളൊക്കെ എല്ലാ 2ാമത്തെ ശനിയാഴ്ചകളിൽ അവിടെ നടക്കുന്നുണ്ട്. നമുക്ക് അവിടെ പോകാനും പങ്കെടുക്കാനും അവിടെ ഒരു ഹോസ്റ്റലുണ്ട്, സ്കൂളുകളുണ്ട്. അവിടുത്തെ ഒരു ഹോസ്റ്റൽ ആയിട്ട് ബന്ധപ്പെട്ട അതിന്റെ കാര്യങ്ങളൊക്കെ, പ്രത്യേകിച്ച് ട്രൈബൽസ് അവിടെ കൊണ്ടുവന്ന് നിർത്തി അവരെ പഠിപ്പിക്കുക എന്നൊക്കെ പറയുന്ന ഒരു സംവിധാനം. അപ്പൊ അങ്ങനെ കുറെ അധികം ആക്ടിവിറ്റികൾ അവിടെ കേന്ദ്രമാക്കിയിട്ട് തന്നെ നടക്കുന്നുണ്ട്. അതിലാ കുട്ടികളുടെ, ട്രൈബൽ കുട്ടികളുടെയൊക്കെ കാര്യങ്ങൾ, അവരുടെ ഈ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം നോക്കുന്നുണ്ട്. കൂടാതെ ആ സ്കൂളിന്റെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എന്നുള്ള നിലയ്ക്കുള്ള കുട്ടികളുടെ ആ ഒരു വിഷയം അതും അദ്ദേഹം കൈകാര്യം ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് അദ്ദേഹത്തിന്റെ ക്ലാസ്സുകൾ കേൾക്കാനും പരിചയപ്പെടാനും കഴിയും. ഇതിനുശേഷം നിങ്ങൾക്ക് ആശ്രമത്തിൽ പോകാനും അദ്ദേഹത്തെ പരിചയപ്പെടാനുള്ള അവസരമുണ്ട്. അത് പരമാവധി പ്രയോജനപ്പെടുത്തുക. കഠോപനിഷത്താണ് കേട്ടാലോ അല്ലേ? കഠോപനിഷത്താണ് ഇങ്ങനെ തുടങ്ങാൻ പോകുന്നത്. അതിന്റെ ശാന്തി മന്ത്രം എന്ന് പറയുന്നത് സഹനാവുന്നതാണ്. ഞങ്ങൾക്കറിയാം. ഒന്നുകൂടെ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. കഠോപനിഷത്താണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ കഠോപനിഷത്തിന്റെ ശാന്തി മന്ത്രം സഹനാവോദ്വാരം. അതിന്റെ അർത്ഥം അറിയാലോ അല്ലെ? നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. നൗ സഹ അവതു. നൗ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരെയും എന്നുള്ള അർത്ഥമാണ്. ഞങ്ങൾ രണ്ടുപേരെയും. സഹനാവതു, നൗ അവതു. ഇവിടെ രണ്ടുപേരും ഉദ്ദേശിച്ച ആരെ? രണ്ടുപേര് ഗുരുവും ശിഷ്യനും. ഒരു അധ്യയനം തുടങ്ങാൻ പോവാണ്. ഗുരുവും ശിഷ്യനും ഉണ്ട്. അപ്പൊ ഞങ്ങൾ രണ്ടുപേർക്കും അവതു, മംഗളം ഭവിക്കണം, സംരക്ഷിക്കണം എന്നുള്ള അർത്ഥമാണ്. അപ്പൊ അവിടെ ചിലപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇപ്പത്തെ ഉദാഹരണത്തിന് ഇവിടെ രണ്ടുപേരുണ്ട്. ഗുരുവായെന്നല്ല പറയുന്നത്, വക്താവ് ഒരാളുണ്ട്, ശ്രോതാവും ഉണ്ട്. അപ്പൊ രണ്ടുപേരുള്ള ശ്രോതാക്കൾ ഒരുപാട് പേരില്ലേ എന്നുള്ള സംശയം അല്ലേ? അപ്പൊ രണ്ടുപേർക്കും നല്ലത് പറഞ്ഞത് ശരിയാണ്. ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ ശ്രോതാവും വക്താവും ഓരോരുത്തരും ഉള്ളൂ അല്ലേ? എന്നാലോചിച്ചു. നിങ്ങൾ വിചാരിക്കും നിങ്ങൾ ഇത്രയും പേര് ഇവിടെ ഇല്ലെന്ന് വിചാരിക്കും. പക്ഷെ ശരിക്കും ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയോ കളി പറയുകയോ പ്രശ്നം പറയുകയോ ഒക്കെ ചെയ്യും. പക്ഷെ ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞാലോ പിന്നെ അധ്യാപകനും വിദ്യാർത്ഥിയും മാത്രമേ ഉള്ളൂ അല്ലേ? അവർ തമ്മിലുള്ള കണക്ഷനാണ്. വിദ്യാർത്ഥിയുടെ പിന്നീട് കണക്ഷനൊന്നും. പിന്നെ വേറൊരു കുറച്ചുകൂടെ ഒരു ഡീപ്പായിട്ടൊരു അർത്ഥം നമ്മൾ ഇതിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. ശരിക്കും നമ്മൾ ഓരോരുത്തരും നമ്മുടെ ലോകം സൃഷ്ടിക്കും.
ഇത്രയും പേര് നമ്മൾ ഈ മുറിയിൽ ഇവിടെ സന്നിഹിതരാണ്, നമ്മൾ ഒന്നിച്ച് സംസാരിക്കുന്നുണ്ടെങ്കിലും ഇവിടെ എത്ര പേരുണ്ട്? ഒരു 50-60 പേരുണ്ടെങ്കിൽ 60 ലോകമുണ്ടോ? സംശയം. 60 പേരും 60 തരത്തിലായിരിക്കും ഇത് മനസ്സിലാക്കുക. ഇവിടെ ക്ലാസിക്കലായിട്ടുള്ള ഒരു ഉദാഹരണം പറയും. രാത്രിയിൽ ഒരു ജംഗ്ഷനിലേക്ക് ഒരു നാൽക്കവലയിലേക്ക്, നാൽക്കവല എന്ന് പറഞ്ഞാൽ എന്താ? 4 റോഡുകൾ വന്ന് കൂടുന്നിടത്തേക്ക് 4 സൈഡിൽ നിന്ന് 4 ആളുകൾ വന്നുകൊണ്ടിരിക്കുക. രാത്രിയാണ്, പ്രകാശത്തിന്റെ ഒരു മങ്ങലുണ്ട്, വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നില്ല. അപ്പൊ പെട്ടെന്ന് ആദ്യത്തെ വഴി വന്നിരുന്ന ആൾ നിന്നിട്ട് ഇങ്ങനെ സൂക്ഷിച്ചു നോക്കും. ഒരു കള്ളൻ അവിടെ പതുങ്ങി നിൽക്കുന്നില്ലേ എന്ന്. കാരണം എന്താ? അയാൾ പോലീസുകാരനായിരുന്നു. പോലീസുകാരന് സ്വാഭാവികമായിട്ടും രാത്രിയിൽ റോന്തി വിട്ട് ഇറങ്ങിയതാണ്. എന്താ സംശയം? ഒരു കള്ളൻ അവിടെ പതുങ്ങി നിൽക്കുന്നില്ലേ എന്ന് സംശയം. രണ്ടാമത്തെ വഴി വന്ന ആള്, അതും അയാൾ എന്തോന്ന് കണ്ടു, എനിക്ക് പേടിയായി. എന്താ? സെക്കൻഡ് ഷോയ്ക്ക് ഒരു പ്രേത സിനിമയൊക്കെ കണ്ടിട്ട് തിരിച്ചു വരുന്ന വഴിയാ. ഈശ്വര, ഭൂതാണോ അത്, പ്രേതമാണോ, രക്ഷസാണോ, എന്താ ഇതെന്ന് അറിയുന്നത്? എന്തോ ഒരു സംഭവം, രക്ഷയായിരുന്നു അല്ലെ, ഒരു പിശാചാവാം. പേടിച്ച് മുന്നോട്ട് പോകാതെ നിൽക്കുകയാണ്. മൂന്നാമത് വഴി തന്നാളോ, അയാളെന്താ? പ്രേമിച്ച് രാത്രിയിൽ ഒളിച്ചോടാനായിട്ട് തീരുമാനിച്ചിരുന്നതാണ്. എന്റെ കാമുകൻ അവിടെ നിൽക്കുന്നു, ധൈര്യമായിട്ട് മുന്നോട്ട് വരും. സത്യത്തിൽ തന്നെയായിരുന്നു, ഒരു മരക്കുറ്റിയായിരുന്നു. നാലാമത് വന്ന ആൾ ടോർച്ചടിച്ച് നോക്കുമ്പോൾ കണ്ടെന്താ? അതൊരു മരക്കുറ്റിയായിരുന്നു. എല്ലാവരും കണ്ടത് എന്താ? അതേ മരക്കുറ്റി തന്നെയാണ്, അതേ വെളിച്ചം, അതേ മരക്കുറ്റി. പക്ഷെ ലോകങ്ങൾ വ്യത്യസ്തങ്ങളായി മാറി അല്ലെ? ഇന്ന് പറഞ്ഞതുപോലെ നമ്മളൊക്കെ ഈ റൂമിൽ ഇരിക്കുന്നുണ്ടെങ്കിലും ഞാൻ പറയുന്നത് തന്നെയാണ് നിങ്ങളൊക്കെ കേൾക്കുന്നതെന്നെങ്കിലും എല്ലാവരുടെയും അവരവരുടേതായ ഒരു ലോകം സൃഷ്ടിക്കും. കാരണം എന്താ? നമ്മുടെ മനസ്സിനുള്ളിലുള്ള സംസ്കാരങ്ങൾ, നമ്മുടെ ചിന്തകൾ, നമ്മുടെ വിചാരങ്ങൾ ഓരോരുത്തർക്കും വ്യത്യസ്തങ്ങളാണ് അല്ലേ? അപ്പോ വക്താവും ശ്രോതാവും പേരുള്ളൂ. മനസ്സിലായില്ലേ? കളക്ഷനായിട്ടില്ല. ഇവിടെ നോക്കൂ, ആ ഒരു മഹത്തായ ആശയം, വേദാന്തത്തിന്റെ മഹത്തായ ആശയം നോക്കൂ. പഠനം തുടങ്ങുന്നതിന് മുമ്പ് സഹ നൗ അവതു, ഞങ്ങളെ രണ്ടുപേരെയും അവതു, രക്ഷിക്കട്ടെ. ഒരു പ്രാർത്ഥനയാണ്, ഗുരു ശിഷ്യനും ഒന്നിച്ച് ചെയ്യുന്ന പ്രാർത്ഥനയാണ്. സാധാരണ ശിഷ്യൻ ഗുരു ഇങ്ങനെ ഇരിക്കും, ശിഷ്യന്മാരോട് പ്രാർത്ഥിക്കാൻ. അങ്ങനെയല്ല, ഇവിടെ ഗുരുവും ശിഷ്യനും ഒന്നിച്ച്. ഒരുപാട് ശിഷ്യന്മാരുണ്ടെങ്കിലും ഓരോരുത്തർക്കും ഇൻഡിവിജ്വൽ ആയിട്ടൊരു കണക്ഷൻ ഉണ്ട് ഗുരുവുമായിട്ട്. ഒന്നിച്ചുള്ളൊരു പ്രാർത്ഥനയാണ്. ഞങ്ങൾ രണ്ടുപേരെയും ഒന്നിച്ച് രക്ഷിക്കട്ടെ. സഹനൗ ഭുനക്തു, പോഷിപ്പിക്കട്ടെ. ഭുനക്തു എന്ന് പറഞ്ഞാൽ എന്താ? ശരിക്കും ഭുനക്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷിക്കുക എന്നുള്ള ഒരു അർത്ഥം വരുന്നുണ്ട്. എന്ത് ഭക്ഷിക്കണമെന്ന്, എങ്ങനെ പോഷിപ്പിക്കണമെന്ന്. എന്താവും? നമ്മൾ എന്താണോ അധ്യയനം ചെയ്യാൻ പോകുന്നത് അതിനുള്ളിലുള്ള സാരം, that should become part and parcel of us. We are going to study some tremendous knowledge, worthwhile knowledge. That knowledge, that wisdom should enlighten both of us. It should imbibe and should become part and parcel of both of us. We should enrich by it. Both Guru and Shishya, we should be enriched. That qualities, we should imbibe it. It should become part and parcel of us. That is second one. Okay. Sahanau bhunatu. Then sahaviryam karavavahai. Saha, വീണ്ടും again ഒന്നിച്ച്. വീര്യം, വീര്യത്തെ, കരവാവഹൈ. നോ, ഈ പഠിക്കുന്ന നമ്മള് കേനോപനിഷത്ത് പഠിച്ചപ്പോ ഒരു മന്ത്രം വന്നു. എന്താ അത് മന്ത്രം വന്നേ? ഓർക്കുന്നുണ്ടോ? ആത്മനാ വിന്ദതേ വീര്യം. ഓർക്കുന്നുണ്ടോ? ആത്മജ്ഞാനം കൊണ്ട് എന്തിനെ ലഭിക്കുമെന്ന് പറഞ്ഞ വീര്യത്തെ നമുക്ക് ലഭിക്കും. ധൈര്യം, ശക്തി, കരുത്ത്, ഇതൊക്കെ നമുക്ക് ലഭിക്കും. അപ്പൊ ഞങ്ങൾ രണ്ടുപേർക്കും കരുത്തുറ്റവരായി മാറട്ടെ. തന്നെ തേജസ്വിനാവധീതമസ്തു മാ വിദ്യുഷാവഹൈ. തേജസ്വിനാവധീതമസ്തു. ഈ പഠനം ചെയ്ത് അധ്യയനം ചെയ്ത് കിട്ടിയ അറിവ് തേജസ്സുറ്റതായി തീരട്ടെ. പറഞ്ഞ എപ്പോഴാണോ ആവശ്യം ആ സമയത്ത് ഉപകരിക്കണം, അല്ലാതെ വെച്ചിട്ട് കാര്യമുണ്ടോ?
അത് എപ്പോഴും തേജസ്സോടുകൂടി, ഒരു ജ്വലിക്കുന്ന തേജസ്സോടുകൂടി എപ്പോഴും നിൽക്കണം. നമ്മുടെ കുഴപ്പമൊക്കെ എന്താണ്? നമ്മൾ പല അറിവുകളും സ്വായത്തമാക്കും, പക്ഷേ എന്താ, ആവശ്യം വരുമ്പോൾ ഇതൊന്നും വരില്ല. ഏറ്റവും ആവശ്യം വരുമ്പോൾ ഈ അറിവുകളൊന്നും തന്നെ വരില്ല. അങ്ങനെ ആവരുത്. ഏതൊരു സന്ദർഭത്തിലും നമുക്ക് വഴികാട്ടിയായിട്ട് വെളിച്ചം കാട്ടുന്നത് പോലെ തേജസ്സുറ്റു പോലും നിൽക്കണം. ഈ അറിവ് അങ്ങനെ മാറണം, അങ്ങനെ മാറി തീരണമേ എന്നുള്ളത് പ്രാർത്ഥന. പിന്നെ മാ വിദ്യുഷാവഹേ, ഞങ്ങൾ പരസ്പരം കലഹിക്കാതിരിക്കട്ടെ, ദേഷ്യപ്പെടാതിരിക്കട്ടെ, വഴക്ക് കൂടാതിരിക്കട്ടെ, അല്ലെ? പരസ്പരം വിദ്വേഷം ഉണ്ടാകാതിരിക്കട്ടെ. ഓം ശാന്തി ശാന്തി ശാന്തി. എന്തുകൊണ്ടാണ് 3 വട്ടം ശാന്തി പറഞ്ഞതെന്നൊക്കെ നമ്മൾ ഈശാവാസ്യ ഉപനിഷത്ത് ക്ലാസ് തൊട്ട് പറയുന്നത്, അല്ലെ? ആദി ഭൗതിക, ആദി ദൈവിക, ആധ്യാത്മികമായിട്ടുള്ള വിഘ്നങ്ങൾ ഒക്കെ മാറാനായിട്ടാണ്. അത് ഇവിടെ ഉള്ളവരോട് നേരത്തെ ചോദിച്ചാൽ മതി, അവർ പറഞ്ഞു തരും. കാരണം ചില കാര്യങ്ങൾ നമ്മൾ വിചാരിച്ചാലും വിഘ്നങ്ങൾ വരും. ചിലപ്പോൾ പനി വരും, അല്ലെ? ചിലപ്പോൾ ശരീരത്തിന് വയ്യാണ്ടാവും, അങ്ങനെ വിഘ്നങ്ങൾ വരാം. അല്ലെങ്കിൽ എന്താ, നമ്മൾ ഇറങ്ങാൻ പോകുമ്പോഴായിരിക്കും ഒരു ഫോൺ കോൾ വരും, എന്തെങ്കിലും പ്രശ്നം, അത് ഇത്, അങ്ങനെ നമ്മൾ ഉദ്ദേശിക്കാത്ത തരത്തിൽ പല രീതിയിലുള്ള വിഘ്നങ്ങൾ വരാം. അല്ലെങ്കിൽ എന്താ, കനത്ത മഴ, ചിലതിനെ നമുക്ക് തന്നെ നിയന്ത്രിക്കാൻ പറ്റും, ചിലത് നമ്മുടെ നിയന്ത്രണങ്ങൾക്ക് അതീതമാണ്. അപ്പം അങ്ങനെയുള്ള വിഘ്നങ്ങൾ, 3 തരത്തിലുള്ള വിഘ്നങ്ങളുണ്ട്. ആദി ദൈവികം, ആധ്യാത്മികം, ആദി ഭൗതികം. അങ്ങനെയുള്ള എല്ലാ വിഘ്നങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് നിവാരണം തരണേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഇങ്ങനെ 3 വട്ടം ശാന്തി പറഞ്ഞു. അപ്പൊ അതാണ് കഠോപനിഷത്തിലെ ശാന്തി മന്ത്രം. അങ്ങനെ നമ്മൾ കഠോപനിഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. വേദങ്ങൾ എത്ര എണ്ണം ഉണ്ട്? 3. 4. ശരിക്കും എന്താ ശരിക്കും? ഒറ്റ വേദേ ഉള്ളൂ. അതിനെ വേദവ്യാസൻ, അല്ലെ, പകുത്തു, ശിഷ്യന്മാർക്ക് കൊടുത്തു. അതുകൊണ്ട് വേദവ്യാസൻ വേദങ്ങളെ വ്യസിച്ചാണ് വേദവ്യാസം എന്നുള്ള പേര്. 4 എണ്ണം ഉണ്ട്. ഏതൊക്കെയാണ്? ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. നമ്മുടെ ഫേവറേറ്റ് ഏതാ? അഥർവവേദം, അല്ലേ? ഋഗ്വേദമാണ്. മ്യൂസീഷ്യൻസ് ആരുമില്ല, പാടുന്നവരാരുമില്ല കൂട്ടത്തിൽ. സാമവേദം, അല്ലെ? അവരുടെ ഫേവറേറ്റ് സാമവേദമായിരിക്കും. പാട്ടിന്റെ ഏറ്റവും തുടക്കം തന്നെ സാമവേദത്തിൽ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മുടെ കഠോപനിഷത്ത് വരുന്നത് യജുർവേദത്തിൽ. യജുർവേദത്തിൽ തന്നെ 2 ഭാഗങ്ങൾ. ഒന്ന് കൃഷ്ണ യജുർവേദവും പിന്നെ ഒന്ന് ശുക്ല യജുർവേദവും. അതിൽ കൃഷ്ണ യജുർവേദത്തില് കാഠകശാഖയിൽ വരുന്നതാണ് കഠോപനിഷത്ത്. കൃഷ്ണ യജുർവേദത്തിൽ വരുന്നതാണ് കഠോപനിഷത്ത്. വിവേകാനന്ദ സ്വാമിജിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഉപനിഷത്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഠോപനിഷത്താണ് പറയാൻ. ഏറ്റവും പ്രിയപ്പെട്ട സ്വാമിജിയുടെ ഫേമസ് ആയിട്ടുള്ള കൊട്ടേഷൻസ് ഒക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കഠോപനിഷത്തിൽ നിന്ന് സ്വാമിജി ലിറ്ററലി കോട്ട് ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും. എറേസ്, എവേക്ക്, സ്റ്റോപ്പ് നോട്ട് ടിൽ ദ ഗോൾ ഈസ് റീച്ച്, അല്ലേ? കഠോപനിഷത്ത് ഉത്തിഷ്ഠത, ജാഗ്രത, പ്രാപ്യവരാൻ ബോധം. ഇതിൽ നിന്ന് അങ്ങനെ പാരഫ്രൈസ് ചെയ്തിരിക്കും. അവസാനത്തെ ഒരു വേർഡ് ഒഴിച്ച് ഉത്തിഷ്ഠത, ജാഗ്രത, പ്രാപ്യവരാൻ നിബോധം, കഠോപനിഷത്തിന്. അങ്ങനെ പല കൊട്ടേഷൻസ് ഉണ്ട് സ്വാമിജി. വിവേകാനന്ദ സ്വാമിജി പറയുന്നത് കഠോപനിഷത്ത് എല്ലാ ഭാരതീയനും, അത് ഹിന്ദുവെന്നോ ക്രിസ്ത്യാനിന്നോ മുസ്ലിമോ ഒന്നുമില്ല, എല്ലാ ഭാരതീയനും പഠിച്ചിരിക്കേണ്ട, അല്ലെങ്കിൽ എല്ലാ മക്കളെയും കുട്ടികളെയും കണ്ടസ്ഥീകരിക്കേണ്ട ഒന്നാണ്. കുട്ടികളിൽ നിന്ന് മനഃപ്പാഠാത്മകം കഠോപനിഷത്ത്. അത്രമാത്രം പൊയറ്റിക്കാണ്, അത്രമാത്രം ബ്യൂട്ടിഫുൾ ആണ്, അത്രമാത്രം ആഴത്തിലേക്ക്, നമ്മുടെ തന്നെ അനാലിസിസിന്റെ ആഴത്തിലേക്ക് കൈപിടിച്ച് നമ്മളെ കൊണ്ടുപോകുന്ന ഉപനിഷത്താണ് കഠോപനിഷത്ത്. ഇതിനു മുമ്പ് 2 ഉപനിഷത്ത് നമ്മൾ കണ്ടു. ഏതൊക്കെ കണ്ടേ? ഈശാവാസ്യ ഉപനിഷത്തും കേനോപനിഷത്തും, അല്ലെ? ഈശാവാസ്യ ഉപനിഷത്തിൽ ഡയറക്റ്റ് ആയിട്ട് തന്നെ കാര്യം പറയുക. ആദ്യത്തെ മന്ത്രത്തിൽ തന്നെ എന്താ? ഈശാവാസ്യമിതം സർവം യത്കിഞ്ച ജഗത്യാം ജഗത് തേന തെക്തേന ഭുഞ്ചീത മാ കൃത കസ്യ സുധനം. തുടക്കത്തിൽ തന്നെ ഉപനിഷത്ത് തന്നെ, ശ്രുതി തന്നെ, വേദം തന്നെ നമ്മളോട് പറയുകയാണ് ഈശാവാസ്യമിതം സർവം, അല്ലെ? ഈ കാണുന്ന എല്ലാം തന്നെ ഈശ്വരൻ തന്നെയാണ്, അല്ലെ? ഈശ്വരനാൽ മൂടപ്പെടേണ്ടതാണ്. അപ്പൊ നമ്മൾ അതിന്റെ അനാലിസിസ് ഒക്കെ ചെയ്ത് നോക്കിയായിരുന്നു. ഓരോ മാറ്ററിലേക്കും നമ്മൾ പോയി നോക്കി, അല്ലെ? ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, കാരണം പറഞ്ഞതുപോലെ 1.5 വർഷം മുമ്പാണ് നമ്മളത് ചെയ്തത്, അല്ലെ? പുറത്ത് കാണുന്ന ഓരോ വസ്തുവിലേക്കും നമ്മൾ പോയി നോക്കി. ഇതെന്താണ് ഈ വസ്തു? മൈക്കാണോ? ഉള്ളിലേക്ക് നമ്മൾ പോയി നോക്കി. ഡാർക്ക് മാറ്റർ, ഡാർക്ക് എനർജി, അവിടെയൊക്കെ ഓർമ്മയുണ്ടാകാം.
അതൊക്കെ പറയുമ്പോൾ ഓർമ്മ വരുന്നത്. അവിടേക്ക് പോയി നോക്കി അല്ലേ. അപ്പൊ ശരിക്കും ഇത് ഭഗവാൻ തന്നെയാണ്, ഈശ്വരൻ തന്നെയാണ്, ശക്തി തന്നെയാണ് നമ്മൾ തിരിച്ചു. അപ്പൊ അത് ഡയറക്റ്റ് ആയിട്ടുള്ളൊരു അനാലിസിസ് ആണ്. രണ്ടാമത് കേനോപനിഷത്തിൽ എന്താ കണ്ടേ? ശിഷ്യൻ, സാധാരണ ശിഷ്യനല്ല, വളരെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ശിഷ്യൻ ഗുരുവിന്റെ അടുത്ത് ചെന്നിട്ട് ആദ്യം തന്നെ ഒരു പ്രശ്നം ചോദിക്കുകയാണ്. എന്താ പ്രശ്നം? കേനീഷിതം പദ്ധതി പ്രേഷിതം മനഃ. ശിഷ്യന്റെ വ്യാകുലത ഉണ്ട്. എന്ത് ശക്തി കൊണ്ടാണ് എൻ്റെ മനസ്സ് ഓരോരോ ചിന്തകളിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്? എൻ്റെ ചെവി ഓരോ ശബ്ദങ്ങൾ കേൾക്കുന്നു, കണ്ണ് കാണുന്നു, മൂക്ക് ഗന്ധം കിട്ടുന്നു. ഇതിന്റെ പിന്നിലുള്ള ശക്തിവിശേഷം എന്താണ്? അവനവന്റെ വർക്കിങ്ങിനെ പറ്റിയുള്ള ഒരു സംശയം. അത് ശിഷ്യനും ഗുരുവായിട്ടുള്ള ഒരു സംഭാഷണ രൂപത്തിലായിരുന്നു അല്ലേ. പക്ഷേ ഇവിടെ കഠോപനിഷത്ത് വേറൊരു അപ്രോച്ചാണ്, വ്യത്യസ്തമായ ഒരു അപ്രോച്ച്, വളരെ രസകരമായ ഒരു അപ്രോച്ചാണ്. ഒരു ആഖ്യാനത്തിലൂടെയാണ് ഇത് പോകുന്നത്. ആഖ്യാനം ഒരു കഥയിലൂടെയാണ് കഠോപനിഷത്ത് തുടങ്ങുന്നത്. പിന്നീട് ഒരു സംഭാഷണമാണ്, പക്ഷെ തുടക്കം തന്നെ ഒരു കഥയാണ്, വളരെ മനോഹരമായ ഒരു കഥയാണ്. അപ്പോൾ ഇതില് ശങ്കരാചാര്യസ്വാമികളുടെ ഭാഷ്യത്തിലേക്ക് നമുക്ക് പോകാൻ സമയമില്ല. ഭാഷയാണെങ്കിൽ നമ്മൾ ഒരു ഉപനിഷത്ത് തന്നെ വർഷങ്ങളോടും നമ്മൾ പഠിക്കേണ്ടി വരും. അപ്പോൾ ഇവിടെ കഥ ഇതാണ്, അതിന്റെ രത്നച്ചുരുക്കം ഇങ്ങനെയാണ്. കുശൻ ഹവൈ വാജസ്രവസ സർവവേദസം ദദു. വാജസ്രവസ് എന്ന് വളരെ വിഖ്യാതനായ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. ആരാ? വാജസ്രവസ്. അദ്ദേഹം വളരെ ഫേമസ് ആയിരുന്നു. എന്താ കാരണം? അദ്ദേഹം വളരെ ദാനകർമ്മങ്ങളൊക്കെ ഒരുപാട് ചെയ്യുന്നതായിരുന്നു. ദാനകർമ്മങ്ങളൊക്കെ ഒരുപാട് ചെയ്യുന്ന കാരണം അദ്ദേഹം വളരെ പ്രസിദ്ധനായിരുന്നു. അദ്ദേഹത്തിന്റെ മകനാണ് വാജസ്രവസഹ. വാജസ്രവസിന്റെ പുത്രനായിട്ടുള്ളത്. നമ്മുടെ മലയാളത്തിലേക്ക് ഉപയോഗിക്കല്ലോ, ഇന്നാരുടെ മകൻ അല്ലെ ഇന്നാരുടെ മകൾ എന്ന് പറയും. അപ്പൊ നമ്മളെക്കാളും പ്രാധാന്യം ആർക്കാ? നമ്മുടെ അച്ഛനാണ് അല്ലെ, അല്ലെ അമ്മയ്ക്കാണ് എന്ന് പറയുന്ന പോലെ ഇവിടെ വാജസ്രവസ് വളരെ പ്രസിദ്ധനായ വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള വാജസ്രവസ്, അദ്ദേഹം ഈ അച്ഛന്റെ പേരും പെരുമയൊന്നും മകനില്ല, അല്ലെ മകൾക്കില്ല. കാരണം എന്താ? അച്ഛൻ ഒരുപാട് ദാനകർമ്മങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷെ മകൻ ഇദ്ദേഹവും ചെയ്തിട്ടില്ല. അപ്പോ ഇദ്ദേഹത്തിന് തോന്നി, എനിക്കും അച്ഛനെ പോലെ ഒരു സൽപ്പേര് കിട്ടണം, ഒരു യശസ് ഉണ്ടാവും. അപ്പൊ എന്ത് ചെയ്യണം? ഒരു യാഗം ചെയ്യേണ്ടി വന്നു. ഒരു യാഗം. അപ്പൊ ആ യാഗത്തിന്റെ പേര് വിശ്വജിത്ത് എന്നുള്ളതാണ്. എന്താ പേര്? വിശ്വജിത്ത്. അപ്പൊ ഈ യാഗത്തിന്റെ ഭാഗമായിട്ട് ഒരു കാര്യമുണ്ട്. എന്താ? ഉള്ള സമ്പത്ത് മുഴുവൻ ദാനം ചെയ്യണം. എന്തൊക്കെ സമ്പത്തുണ്ടോ അതുവരെ എന്തൊക്കെ സമ്പാദിച്ചിട്ടുണ്ടോ ദാനം ചെയ്യണം. പലരുടെയും മുഖം ചൂടി, ഈശ്വര എന്താ ഈ പറയണേ? ഇത്രയും വർഷം കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ സമ്പത്തൊക്കെ ദാനം ചെയ്യണം. ആ, ഈ യാഗത്തിന്റെ ഭാഗമായിട്ട്, വിശ്വജിത്ത് എന്ന് പറയുന്ന യാഗത്തിന്റെ ഭാഗമായിട്ട് എന്ത് സമ്പത്തുണ്ടോ അത് മുഴുവൻ ദാനം ചെയ്യും, പുണ്യം സമ്പാദിക്കും. അപ്പൊ ഇദ്ദേഹം അങ്ങനെ ഈ യാഗം ചെയ്യുകയാണ്. എങ്ങനെയുള്ള ഇദ്ദേഹം? സത്പേര് കാക്ഷിക്കുന്നില്ല. ശരിക്കും യാഗത്തിന്റെ ഉദ്ദേശം എന്താ? പേരും പെരുമയും കിട്ടണം. അതാണ് യാഗം ചെയ്യുന്നതിന്റെ ഉദ്ദേശം. അങ്ങനെയുള്ള ഒരു മുഴുവൻ സമ്പത്തും ദാനം ചെയ്യൂ ഇല്ല, ചെയ്തേ പറ്റുള്ളൂ. എന്ത് ചെയ്യും? കുറെ സമ്പത്തൊക്കെ മാറ്റി വെക്കില്ലേ, ആരെയും കാണാതെ ഒളിപ്പിച്ചു വെക്കുന്ന പോലെ ഇദ്ദേഹം ഏകദേശം അതുപോലെ തന്നെ. ടെക്സ്റ്റിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, നമ്മൾ ഊഹിക്കണം. പല ഇവിടെയാണ് ആചാര്യസ്വാമികളുടെ ഒരുപാട് ഹെൽപ്പ്. അദ്ദേഹം പല കാര്യങ്ങളും പിന്നെ കോർത്തിണക്കി നമുക്ക് തരും, ആചാര്യന്മാരെ തരും. അപ്പൊ എന്ന് പറഞ്ഞ പോലെ ഇദ്ദേഹം അന്ന് യാഗത്തില് ഈ സമ്പത്ത് എന്ന് പറഞ്ഞാൽ ശരിക്കും പശു, എന്താ പശു, ഗോമാതാവ്. ഈ ഗോമാതാവ് തന്നെയാണ് ശരിക്കും ശാസ്ത്രത്തിൽ പറയുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. ഇപ്പൊ അളക്കാൻ പറ്റാത്ത സമ്പത്താണ്. ഒന്ന് പശു, അതിനെ നമുക്ക് അളക്കാൻ പറ്റില്ല. അതിന്റെ വാല്യൂ, അതിന്റെ മൂല്യം നമുക്ക് അത്രമാത്രം മഹത്തരമാണ് ഈ ഗോമാതാവ്. അതുപോലെ തന്നെ മഹാപുരുഷന്മാർ, മഹാത്മാക്കളെ എടുത്ത് ദാനം കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ എന്ത് ചെയ്യും? പശുവിനെ ദാനം ചെയ്യും. ചിലപ്പോ ഈ പശുവിന്റെ കൊമ്പിൽ സ്വർണം കെട്ടും, കാലിൽ സ്വർണം കെട്ടും. ഇങ്ങനെയൊക്കെയാണ് ദാനം കൊടുക്കുന്നത്. അപ്പോൾ ഫലത്തിൽ സ്വർണവും കിട്ടും, പശുവിനെയും കിട്ടും, രണ്ടുമുണ്ട്. അപ്പോ പശുവാണ് സാധാരണ. ചിലപ്പോൾ 1000 കാണാം. ശ്രീരാമചന്ദ്രനൊക്കെ ദാനം യാഗം ചെയ്ത സമയത്ത് ലക്ഷക്കണക്കിന് പശുക്കളെയാണ് ദാനമായിട്ട് കൊടുക്കുന്നത്. ഓരോ ബ്രാഹ്മണനും 10,000-കണക്കിന് പശുക്കളെയാണ് ദാനം. ചില സമയത്ത് സ്വർണം കെട്ടിയ കാലില്, വാലില്, കൊമ്പിലൊക്കെ സ്വർണം കെട്ടിയൊക്കെ ആയിരിക്കും പശുവിന് ദാനം. കഴുത്തിൽ വലിയ മാല, സ്വർണ്ണമാല,
അങ്ങനെയൊക്കെ ആയിരിക്കും ദാനം ചെയ്യുന്നത് അല്ലെങ്കിൽ. അപ്പൊ അങ്ങനെ ഇദ്ദേഹം നല്ല പശുക്കളെയൊക്കെ എവിടെയോ മാറ്റിയെന്ന് തോന്നുന്നു. ഇദ്ദേഹം കുറെ പശുക്കളെ ദാനം കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇദ്ദേഹത്തിന് ഒരു മകനുണ്ട്. ഈ മകന്റെ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നചികേതസ് എന്നാണ്. എന്താ? നചികേതസ്. ചെറിയ കുട്ടിയാണ്, ചെറിയ കുട്ടിയാണ്. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും നമുക്കില്ലാത്ത പല ഗുണവും നചികേതസ്. ഈ ചെറിയ കുട്ടിയായിട്ടെങ്കിലും നമ്മളില്ലാത്ത കുറേ ഗുണങ്ങൾ നചികേതസ് ഉണ്ട്. അപ്പൊ നചികേതസ് ഇത് കണ്ടുകൊണ്ട് നിൽക്കുക, അച്ഛൻ ചെയ്യുന്ന യാഗം കണ്ടുകൊണ്ട് നിൽക്കുക. അപ്പൊ ഈ യാഗത്തിന്റെ ഭാഗമായിട്ട് ദാനം കൊടുക്കാവുന്ന സങ്കല്പം എടുക്കും. അതേപോലെ തന്നെ ദാനം സ്വീകരിക്കാവുന്ന സങ്കല്പം എടുക്കും. ആളുകൾ ദാനം സ്വീകരിച്ചു കൊള്ളാം, സങ്കല്പം എടുത്തു, സ്വീകരിച്ചേ പറ്റത്തുള്ളൂ. ഈ സങ്കല്പം എടുത്തതിന് ശേഷമാണ് ദാനം സ്വീകരിക്കാം എന്ന് സങ്കല്പം എടുത്തവര് ഈ ദാനത്തിന് കൊണ്ടുവന്ന പശുക്കളെ കാണുന്നത്. എന്താ? ഒരു മന്ത്രം വരും, നല്ല രസമാണ് മുന്നോട്ട് പോകുമ്പോൾ. വെള്ളം കുടിച്ച് തീർന്ന പശുക്കൾ എന്ന് പറഞ്ഞാൽ എന്താ? ഇനി വെള്ളം കുടിക്കത്തേ ഇല്ല, അത്രയേ ഉള്ളൂ, കഴിഞ്ഞു. അവസാനത്തെ കാടിവെള്ളവും കുടിച്ച് എന്ന് പറഞ്ഞാൽ ഇപ്പം മരിക്കാറായ പശുക്കൾ. ഇനി ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റാത്ത പശുക്കൾ എന്ന് പറഞ്ഞാൽ അത്ര പ്രായമായി. ഒരു കറവയില്ലാത്ത, ഇനി പ്രസവിക്കാത്ത, ഇനി പാല് തരാത്ത, നേരെ നിൽക്കാൻ പോലും ശേഷിയില്ലാത്ത, എന്തിന് വെള്ളവും പുല്ലും പോലും കഴിക്കാൻ ശേഷിയില്ലാത്ത പശുക്കളെയാണ് ദാനം ചെയ്യുന്നത് അദ്ദേഹം. നമ്മള് ദാനം സ്വീകരിച്ചു കൊള്ളാമെന്ന് വാക്കും കൊടുത്തു, ഇവ സ്വീകരിച്ചില്ലേ പറ്റൂ. എന്ത് മനസ്സുകൊണ്ടായിരിക്കും നമ്മൾ സ്വീകരിക്കുന്നത്? ആ, എനിക്ക് ദാനം തന്നു, അവന് നല്ലത് വരട്ടെ എന്നായിരിക്കും വിചാരിക്കുന്നത്. അവൻ നശിച്ചു പോണേ എന്നല്ല വിചാരിക്കുക. ഇതുപോലെ അല്ലെ, എന്താ പറയുമ്പോ ഇതുപോലെ ഒരു അവസ്ഥയിൽ നമ്മളെ തള്ളിവിട്ടുവാണ്. അപ്പൊ അതുപോലത്തെ പശുക്കളെയാണ് മന്ത്രത്തിലേക്ക് വരുമ്പോൾ കാണാം ഇദ്ദേഹം ദാനം ചെയ്യുന്നു. അപ്പൊ ഇത് കണ്ടിട്ട് ഈ നചികേതസിന് ഉള്ളിൽ ഒരു വേവലാതി വരും. അതുകൂടെ അതൊരു പദം പ്രയോഗിക്കുന്നുണ്ട്, ശ്രദ്ധാവിവേശ. ഒരു ശ്രദ്ധ ആ കുട്ടിയെ കയറി പിടിച്ചു. എന്താ എൻ്റെ അച്ഛൻ ഇത് ചെയ്യണേ? ഇങ്ങനെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ നരകത്തിലേക്ക് പോകില്ലേ? ഉള്ള പാപവും കൂടെ, ഉള്ള പുണ്യവും കൂടെ പോകും. സത്പേര് കാംക്ഷി ചെയ്ത് എല്ലാ മോശം പേരും വരും, ഉള്ള പുണ്യവും പോകും, എല്ലാം നശിച്ചു പോകും. ഇതെന്താ ഇങ്ങനെ ചെയ്യണേ? അപ്പോൾ പെട്ടെന്ന് നചികേതസിന്റെ ഉള്ളിൽ ഒരു ശ്രദ്ധ വന്നിട്ട് ഈ അച്ഛനോട് പോയി ചോദിക്കും, അച്ഛാ, എന്നെ ആർക്കാ കൊടുക്കുന്നേ? എല്ലാ സമ്പത്തും ദാനം ചെയ്യണം, പുത്രനും സമ്പത്താണ് അല്ലേ? ഈ നരകത്തിൽ നിന്ന് നമ്മളെ ത്രാണനം ചെയ്യുന്നവനാ പുത്രൻ, സമ്പത്താ. എന്നെ ആർക്കാ കൊടുക്കുന്നത്? അച്ഛൻ ആദ്യം ശ്രദ്ധിച്ചില്ല. വീണ്ടും ചോദിക്കും, അച്ഛൻ എന്നെ ആർക്കാ കൊടുക്കുന്നത്? ശ്രദ്ധിച്ചില്ല. വീണ്ടും ചോദിക്കും, എന്നെ ആർക്കാ കൊടുക്കുന്നത്? പെട്ടെന്ന് നമ്മളൊക്കെ ദേഷ്യം വന്ന് നമ്മുടെ കൊച്ചു പിള്ളേരോട് പറയില്ലേ, വഴക്ക് പറയുന്നത്, അങ്ങോട്ട് മാറി നിൽക്കാന്ന് പറഞ്ഞത്. അച്ഛൻ പെട്ടെന്ന് എടുത്ത വായിൽ പറഞ്ഞു, നിന്നെ ഞാൻ കാലിന് കൊടുക്കും. ആർക്കാ? നമ്മുടെ ഫേവറേറ്റ് ആൾ യമരാജൻ. നിന്നെ യമരാജൻ കാലിന് ഞാൻ കൊടുക്കും. പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അച്ഛനും ആലോചിച്ചു, ഞാനിപ്പോ എന്തായി പറഞ്ഞേ. നോക്കിക്കഴിഞ്ഞപ്പോ മോൻ അത് സീരിയസ് ആയിട്ട് എടുത്തു. ആ, അച്ഛൻ പറഞ്ഞ കാര്യത്തെ വളരെ സീരിയസ് ആയിട്ട് മകനം കിട്ടും. എന്നിട്ട് അച്ഛനെ ഈ കുട്ടി ആശ്വസിപ്പിക്കുകയാണ്. അച്ഛന് വിഷമായി, പറഞ്ഞു പോയല്ലോ, പറഞ്ഞ വാക്ക് തിരിച്ചെടുക്കാനും വയ്യ. ഈ സത്യം എന്നുണ്ട്, അത് മുറുക്കെ പിടിക്കുക, ഒരിക്കലും വിടില്ല. നിങ്ങൾക്ക് ഈ പുരാണങ്ങളിലൊക്കെ നോക്കിയാൽ കാണാൻ പറ്റും. ഋഷിമാര്, പല ഋഷിമാരുണ്ട്. ചിലരൊക്കെ വളരെ പെട്ടെന്ന് കോപം വരുന്നതാണ്, ക്ഷിപ്രകോപികളായിട്ടുള്ള ഋഷിമാരൊക്കെ ഉണ്ട് അല്ലെ? ആരാ? ദുർവാസാവ്. ദുർവാസാനാരെ? ദുർവാസാവ്. അപ്പൊ ഇവരുടെ സ്വഭാവം കാണുമ്പോൾ നമുക്ക് ഇതൊക്കെ ഋഷിയാണോ ഈശ്വരൻ തോന്നും. ഇതൊക്കെ ഒരു ഋഷിയാണ്. ഇതെന്തൊരു ഋഷി ഇത്? ഭഗവാൻ കൃഷ്ണനോട് പറഞ്ഞു, പായസത്തിന്റെ തലവരി എടുത്തു വേണ്ടി. അവരോടൊക്കെയാണ് പോട്ടെ. ഭഗവാൻ കൃഷ്ണനോട് ദുർവാസാവ് പറഞ്ഞു, പായസം എടുത്ത് നിന്റെ തലവഴി ഒഴിക്കാൻ. കൃഷ്ണൻ ഒഴിക്കുകയും ചെയ്തു. ആ, ഒഴിക്കുകയും ചെയ്തു, ശരീരമാസകലം കൊള്ളുകയും ചെയ്തു. ഇത് കണ്ടിട്ട് ദുർവാസാവ് അവിടെ നിന്ന് കരയുക. ക്ഷിപ്രകോപിയാണ്, അതുപോലെ തന്നെ ക്ഷിപ്രപ്രസാദിയാണ്. നീ എന്താ മാധവായി ചെയ്തേ? ഇതാ ഞാൻ നിന്നെ എൻ്റെ വാക്ക് സത്യമാക്കാനായിട്ട് നീ ഇത് ചെയ്തല്ലോ. ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നു. ഈ പായസം എവിടൊക്കെ വീണ് പൊള്ളിയോ അവിടൊക്കെ വജ്രസമാനമായിട്ട് മാറട്ടെ. ഈ ഒരു പൊള്ളലും നിനക്കേക്കില്ല, എല്ലാത്തിനും നിനക്ക് മോചനം കിട്ടട്ടെ. എവിടൊക്കെ ഇത് വീണ ഒരായുധവും അവിടെ നിന്നെ പരിക്കേൽപ്പിക്കില്ല എന്ന് പറഞ്ഞിട്ട് വരം കൊടുക്കും ദുർവാസാവ്. അവസാനം സ്വർഗാരോഹണ സമയത്ത് എവിടെയാ കാട്ടാളനെ അമ്പു എന്ന് കൊല്ലുന്നത്? പാകത്തില്ല. കാരണം അവിടെ പായസം വീണിട്ടുണ്ടായിരുന്നില്ല. തലവഴി ഒഴിച്ചപ്പോൾ ദേഹം മുഴുവൻ വീണു, കാലിന്റെ താഴെ മാത്രം പായസം വീണിട്ടുണ്ടായിരുന്നില്ല. അപ്പോ
നമുക്ക് തോന്നി ഈ ഋഷിമാരൊക്കെ ഇങ്ങനെ പോകും, ഇതൊക്കെ ഋഷിമാരാണോന്ന് ചോദിക്കും. അപ്പൊ അവിടെ കാണാൻ പറ്റും ഋഷയ സത്യവചസ എന്ന സത്യവചസ. എന്തൊക്കെ പോരായ്മ അവർക്കുണ്ടെങ്കിലും സത്യത്തെ അവരെപ്പോഴും മുറുകെ പിടിക്കും. അവര് സത്യം മാത്രമേ പറയൂ. സത്യം വിട്ട് വേറൊന്നും പറയില്ല. കലികാലത്തിലെ ഏറ്റവും വലിയ തപസ്സാണ് സത്യം പറയാനും. നമുക്കൊക്കെ തെറ്റായ ചില ധാരണകളുണ്ട്. തപസ് അനുഷ്ഠിക്കുക എന്ന് പറഞ്ഞാൽ എന്താ നമ്മുടെ ധാരണ? എവിടെയെങ്കിലും ഹിമാലയത്തിലേക്ക് പോവുക, അല്ലെങ്കിൽ ഏതെങ്കിലും കാട്ടിലേക്ക് പോവുക, ഒരു ഗുഹയ്ക്കകത്ത് കയറി, അല്ലെ, താടിയൊക്കെ വളർത്തി ആരെയും കാണാതെ രുദ്രാക്ഷമാലയൊക്കെ പിടിച്ചിരിക്കുക. അതാണോ നമ്മുടെ തപസ് എന്ന് ഉദ്ദേശിക്കുന്നത്? അല്ല. തപസ് എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മളെ എന്താ പറയാ, തപിക്കും. ഒരു ഉള്ളിൽ നിന്നൊരു ചൂടാണ്, ഒരു വ്യാകുലതയാണ്, ഒരു ജാഗ്രതയാണ്, ഒരു ചൂടാണ്. ഒരു ആദർശം മുറുക്കി പിടിച്ചിട്ട് അതിനുവേണ്ടി ഏതറ്റം വരെ പോകും. അത് തപസ്സാണ്. അപ്പൊ നിങ്ങളൊരു പ്രതിജ്ഞ എടുത്ത് നോക്കുക, ഞാൻ ഇനി സത്യം മാത്രമേ പറയൂ, കള്ളം പറയില്ല. ഒരുപാട് ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് വരും, ഒരുപാട് സിറ്റുവേഷൻസ് നിങ്ങൾക്ക് വരും. അപ്പോ ഒരു ചൂട് തോന്നും, കള്ളം പറയുന്നു, പിടിച്ചു നിൽക്കുന്നു. അപ്പൊ അറിയാൻ പറ്റും ശരിക്കായിട്ടുള്ള തപസ് എന്താണെന്ന് നമുക്ക് പറയാൻ മനസ്സിലാക്കും. അതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ ഈ സത്യവാക്കം അച്ഛൻ പറഞ്ഞു യമന് കൊടുക്കും എന്ന് ദേഷ്യത്തിന് പറഞ്ഞാ, ഇപ്പൊ തിരുത്താൻ പറ്റില്ല, പറഞ്ഞത് പറഞ്ഞു. രാമായണത്തിൽ നോക്കൂ, ദശരഥൻ വാക്ക് കൊടുത്തെന്താ? 14 വർഷം. ആര്? ഞാൻ കാട്ടി പോവാന്നല്ല പറഞ്ഞേ, പിന്നെ രാമനെ കാട്ടി നയിക്കാന്ന്. നമ്മുടെ മക്കളോടൊന്ന് പറഞ്ഞു നോക്കി, ഇങ്ങനെ അച്ഛനെ അമ്മയെ പൊക്കിക്കൊണ്ട് കാട്ടിക്കൊണ്ടിരുന്നു അല്ലേ? ഒന്ന് ആലോചിച്ചു. ദശരഥൻ കൊടുത്ത വാക്കെന്താ? ദശരഥൻ കാട്ടി പോകാന്നല്ല, രാമനെ കാട്ടി നയിക്കാന്ന് 14 വർഷം. ഇത് പാലിക്കാനായിട്ടോ അക്ഷരാർത്ഥത്തിൽ രാമൻ പോയി 14 വർഷം കാട്ടിലേക്ക് പോയി അല്ലേ? ഒരൊറ്റ വാക്കാണ്. മുദ്രപത്രത്തിൽ എഴുതിയിട്ടില്ല, ഒരു സ്റ്റാമ്പ് പേപ്പറിൽ സൈൻ ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. എന്തുപേക്ഷിച്ചാ പോയത്? സർവ്വരാജ്യവും ഉപേക്ഷിച്ചിട്ടാ പോയത്. അത് പോകണ്ടെന്ന് ആരൊക്കെ പറയുന്നു? ആ രാജ്യത്തുള്ള എല്ലാവരും പറയും നീ പോകണ്ട. ദശരഥനും മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത് എന്താ? രാമൻ പോകരുത്. അമ്മമാരാഗ്രഹിക്കുന്നത് എന്താ? രാമൻ പോകരുത്. ജനങ്ങൾ മുഴുവൻ ആഗ്രഹിക്കുന്നത് എന്താ? രാമൻ പോകരുത്. എന്നിട്ടും രാമൻ സത്യം പാലിക്കാനായിട്ട് കണ്ടു അല്ലെ? അപ്പൊ ഇതെന്ന് പറയുന്നത് ഇവിടെ ഈ അച്ഛൻ ഈ ഒരു ഞാൻ പറഞ്ഞു പോയിപ്പോ എന്ത് ചെയ്യും? ഒരു വെപ്രാളം. മകൻ ആശ്വസിപ്പിക്കും, വിഷമിക്കൊന്നും വേണ്ട, ആശ്വസിപ്പിക്കും. ഇനി ഒരു കാര്യം പറയട്ടെ, കഥയിൽ എന്തില്ല? ചോദ്യമില്ല. ഏനോപദേശത്തിലെ അവസാനം നമ്മുടെ ഒരു കഥ വന്നിരുന്നു. അപ്പോഴും ഞാൻ പറഞ്ഞു കഥയിൽ ചോദ്യമില്ല, ഇതൊരു നാടകം പോലെ എടുക്കുക. അപ്പൊ ഒന്നാമത്തെ രംഗത്തിന്റെ തിരശ്ശീല ഇവിടെ വീഴും, കട്ടം വീഴും. ഇനി കട്ടം പൊങ്ങുമ്പോൾ നമ്മൾ കാണുന്നത് നചികേതസ് നിൽക്കുന്ന യമലോകത്ത്. എവിടെ? യമലോകത്തിൽ. എങ്ങനെ പോയി, ഏത് രീതിയിൽ പോയി ചോദിക്കരുത്, ഗ്രന്ഥത്തിലില്ല, അറിയില്ല. നചികേതസ് പോയി. ഓക്കെ, ഇതൊരു കഥയാണ്. കഥയ്ക്കുള്ളിലൂടെ നമ്മളൊരു വലിയ തത്വത്തിലേക്ക് കൊണ്ടുപോകണം. ഏതെങ്കിലും മാർഗത്തിലൂടെ ആകട്ടെ. ഇനി ഈ ശരീരം കൊണ്ടാണ് പോയത്, മരിച്ചിട്ടല്ല പോയത്. അതുകൊണ്ട് ഈ സ്വശരീരത്തിൽ, ആ കുട്ടിയുടെ ശരീരത്തിൽ, സാധാരണ നമ്മളൊക്കെ മരിച്ചു കഴിയുമ്പോൾ എന്താ യമലോകത്ത് പോകുന്നത്? എങ്ങനെയാണ്? ഈ ശരീരം ഇവിടെ ഉപേക്ഷിച്ചിട്ടാണ് നമ്മൾ യമലോകത്തേക്ക് പോകുന്നത് അല്ലേ? എങ്കിൽ അങ്ങനെയാണ് നമ്മൾ വിചാരിക്കുന്നത്. ഇങ്ങനെയാണ് സമൂഹത്തിൽ പൊതുവെ ഉള്ളൊരു ധാരണ. എങ്ങനെ വരും? യമരാജൻ വരും. എങ്ങനെയാണ് വരുന്നത്? അദ്ദേഹത്തിന്റെ കാറിലോ, അദ്ദേഹത്തിന്റെ ഹാർലി ഡേവിസൺ അല്ലെ, എന്താ പറയാ, അദ്ദേഹത്തിന്റെ ഹാർലി ഡേവിസണിൽ അദ്ദേഹം വരും. എന്നിട്ട് എന്ത് ചെയ്യും? ഈ കൗബോയ്സ് എന്നൊക്കെ പറഞ്ഞ ഈ കുതിരപ്പന്തയൊക്കെ കണ്ടിട്ടുണ്ട്. അവരുടെ കയ്യിൽ എന്തുണ്ടാവും? ഒരു റോപ്പ് ഉണ്ടാവും. അവിടെ ഒരു മത്സരം തന്നെ ഉണ്ട്. ഈ ഒരു വലിയൊരു ഏരിയ ഉണ്ടാവും, ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ്, ഫിനിഷിംഗ് പോയിന്റ് ഉണ്ടാവും. ഈ രണ്ട് സൈഡിലും കുറെ കൗബോയ്സ് കുതിരപ്പുറത്തോ അല്ല താഴെയൊക്കെ നിൽക്കണം. അവരുടെ കയ്യിൽ റോപ്പ് ഉണ്ടാവും, നല്ല ദൂരെയായിരിക്കും നിൽക്കുന്നത്. ഇവിടുന്ന് ഓടി നമ്മുടെ ഫിനിഷിംഗ് പോയിന്റ് വരെ ചെന്നാൽ നമുക്ക് അവർ പറയുന്ന സമ്മാനം അവർ വാങ്ങിച്ചു തരും, സമ്മാനം തരും. പക്ഷെ എന്താ, നമ്മൾ ഓടുമ്പോൾ അവർ പിടിക്കാനൊന്നും വരില്ല, അവർ ഈ കയററിയത്തേ വരും. അത് ഒന്നെങ്കിലും നമ്മുടെ തലയിട്ട് അല്ലെങ്കിൽ കാലിന് കറക്റ്റായിട്ട് കുരുക്കും, എന്നിട്ട് അവർ വലിച്ചിട്ടുണ്ട്.
ഓടിക്കോളാൻ പറയും. നമുക്ക് എങ്ങനെ വേണം ഓടാം, നേരെ ഓടാം, സിക്സ് ആയിട്ട് ഓടാം, ചാടി ചാടി ഓടാം, എങ്ങനെ വേണം ഓടാം. ഓരോരുത്തരും ഇങ്ങനെ എറിഞ്ഞോണ്ടിരിക്കും. അത് കറക്റ്റായിട്ട് പകുതി ദൂരം പോലും മിക്കവാറും ആരും പോകാറില്ല. അതിനു മുന്നിൽ തന്നെ എന്താ ഈ വാരിക്കുഴി എന്ന് പറയുന്നത്, നമ്മൾ എവിടെയാണോ ചാടി കാല് വെക്കാൻ പോകുന്നത്, നമ്മുടെ കാലവിടെ വന്ന് ലാൻഡ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ഒരു കുരുക്കട വന്ന് വീഴും. അവരെറിയുന്ന നമ്മൾ കാല് വെക്കും, ഒരൊറ്റ വരി കയറെടുത്ത് നമ്മളവിടെ വീഴും എന്ന് പറയുന്ന പോലെ യമരാജൻ വന്ന് ഒരു കുരുക്കിട്ടെറിഞ്ഞ് നമ്മളെ അദ്ദേഹത്തിന്റെ വണ്ടിയുടെ പുറകിൽ ഇരുത്തി കൊണ്ടുപോകുന്നതാണ് നമ്മുടെ ഒരു ധാരണ, അല്ലേ? അപ്പൊ അങ്ങനെ ഒന്നും ഇവിടെ ഇല്ല. കാരണം എന്താ, ഇവിടെ നചികേതസിലാണ് പോകേണ്ടത്, യമൻ കൊണ്ടുപോകാനുള്ള ആളല്ല. അപ്പൊ എന്തായാലും ആട്ടെ, രണ്ടാമത്തെ രംഗം തുറന്നപ്പോൾ കാണുന്ന നചികേതസ് യമലോകത്താണ്. എവിടെയാണ്? യമലോകത്താണ്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. എന്താ? യമരാജൻ അവിടെ ഇല്ല. അദ്ദേഹം ജോലി തിരക്കുമായിട്ടൊരു വഴിക്ക് പോയി. സാധാരണ നമ്മളെങ്ങനെ ഒരു വഴിക്ക് ഒരു ജോലിക്ക് പോയി കഴിഞ്ഞാൽ ആ വഴിയിലുള്ള എല്ലാ ജോലികളും തീർത്തിട്ടാണ് നമ്മൾ തിരിച്ചു വരുന്നത് എന്ന് പറഞ്ഞതുപോലെ ഇദ്ദേഹം ആ വഴിക്കുള്ള ജോലിയൊക്കെ തീർത്ത് തിരിച്ചു വരാൻ 3 ദിവസം. എത്ര ദിവസം? 3 ദിവസം. ഈ 3 ദിവസം നചികേതസ് അദ്ദേഹത്തിന്റെ യമരാജന്റെ ഗൃഹത്തിന് പുറത്ത് ഭക്ഷണം കഴിക്കാതെ, വെള്ളം കുടിക്കാതെ, ഉറങ്ങാതെ യമരാജന് വേണ്ടി കാത്തിരിക്കുക. 3 ദിവസം. യമരാജൻ വരും. യമരാജൻ വന്നു കഴിയുമ്പോൾ എന്തെങ്കിലും യമരാജന്റെ സേവകന്മാരാകാം, വൃദ്ധന്മാരാകാം, അല്ലെങ്കിൽ ഭാര്യയാവാം, ആരായാലും യമരാജനോട് പറയും ഒരു പ്രശ്നമുണ്ട്. എന്താ? ഇങ്ങനെ ഒരാൾ വന്നിട്ടുണ്ട്. സാധാരണ നമ്മൾ പോയാണ് കൊണ്ടുവരുന്നത്, ഇപ്പൊ അങ്ങേ തേടി ഇങ്ങോട്ട് വന്നിരിക്കുക. അത് മാത്രമല്ല, എന്താ? ബ്രാഹ്മണനാണ്, വേദം അധ്യയനം ചെയ്യുന്നവനാണ്, ബ്രഹ്മ തേജസ്സുണ്ട്. അതുമല്ല, എന്താ? ബാലനാണ്, ബ്രഹ്മചാരിയാണ്. മാത്രമല്ല 3 ദിവസമായിട്ടൊന്നും കഴിച്ചിട്ടില്ല. അതൊക്കെ പോട്ടെ, എന്താ? അതിഥിയാണ്. ആരാ? അതിഥി. അതിഥി എന്ന് പറയാൻ എന്താ? ക്ഷണിക്കാതെ വരുന്ന വ്യക്തിയാണ്, അല്ലെ? നമ്മളെ ക്ഷണിച്ചിട്ട് വരുന്ന വ്യക്തിയല്ല അതിഥി. അപ്പൊ അതിഥി ദേവോ ഭവ. എന്താ? അതിഥി ദേവോ ഭവ. അതിഥി ദേവന് തുല്യാണ്. അതിഥി സേവ ചെയ്യാതിരുന്നാൽ കുറേ പ്രശ്നങ്ങളുണ്ട്. അതെന്തൊക്കെയാണ് നമുക്ക് പോകുമ്പോൾ കാണാൻ പറ്റും, ഇതിൽ വരും. അപ്പൊ അതിഥിയെ ശ്രദ്ധിക്കേണ്ടതായിട്ട് പങ്കുവിടില്ല. ഞങ്ങളൊക്കെ പറഞ്ഞു നോക്കി, പക്ഷെ അകത്തേക്ക് വരുന്നില്ല, ഒന്നും ചെയ്തില്ല, അവിടെ ഒന്നും ചെയ്തില്ല. കാരണം എന്താ? അച്ഛൻ യമന് കൊടുത്തു, അല്ലെ? യമന്റെ അടുത്ത് വന്നു, ഇനി യമൻ പറയണം എന്താ ചെയ്യേണ്ടതെന്നാണ്. അതുവരെ ഞാൻ കാത്തിരിക്കും. ഇതാണ് നചികേതസിന്റെ ഒരു തീവ്രമായ നിഷ്ഠ. യമരാജൻ ആകെ പേടിക്കും. യമരാജനും പേടിയോ? യമരാജൻ പേടിക്കും. കാരണം എന്താ? സാധാരണക്കാരനല്ല വന്നിരിക്കുന്നത്. ബാലനാണ്, ബ്രഹ്മചാരിയാണ്, വേദാധ്യയനം ചെയ്യുന്നവനാണ്, നിഷ്ഠയുണ്ട്. അപ്പം നേരെ വന്നിട്ട് വാദ്യങ്ങളൊക്കെ കൊടുത്ത് അതിഥിയുടെ കാലൊക്കെ കഴുകി യമരാജൻ സ്വീകരിക്കും. സ്വീകരിച്ചിട്ട് പറയും, എന്നെ അങ്ങ് അനുഗ്രഹിക്കണം സർ. ആ യമരാജനാണ് കുട്ടിയോട് പറയുന്നത്, അതിഥികളുണ്ട്, അങ്ങ് എന്നെ അനുഗ്രഹിക്കണം, എനിക്ക് നല്ലത് ഭവിക്കട്ടെ. തമാശ പറഞ്ഞല്ല. നമ്മുടെ വീട്ടിലേക്ക് വളരെ അൺപ്ലസന്റ് ആയിട്ടുള്ള ഒരു അതിഥി വന്നു എന്ന് വിചാരിക്കുക, നിങ്ങൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യും? ഏറ്റവും പ്രൊഡക്റ്റീവായിട്ടുള്ള വഴിവരാണ്. ഏറ്റവും പ്രൊഡക്റ്റീവായിട്ടുള്ള, ഏറ്റവും കൺസ്ട്രക്റ്റീവായിട്ടുള്ള ആ അതിഥി തന്നെ നമ്മളെ ആശീർവദിച്ചു പോകുന്ന, എക്കാലത്തും നമുക്ക് ഗുണകരമായി ഹിതകരമായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായിട്ട് തിരിച്ചു പോകും. നമ്മൾ എന്ത് ചെയ്യും? അയാളെ സ്വീകരിക്കണം, അല്ലേ? ആനയിക്കണം, വേണ്ടപോലെ പൂജിക്കണം, യഥാവിധി സേവിക്കണം എന്ന് പറഞ്ഞ പോലെ ഇവിടെ യമരാജൻ അതിഥിയെ സേവിക്കുകയാണ്. എന്നിട്ട് യമരാജനറിയാം ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് കാര്യമൊന്നുമില്ല. കാരണം 3 ദിവസമായിട്ട് വെള്ളം കുടിക്കാതെ ഭക്ഷണം കഴിക്കാതിരിക്കുക. അങ്ങനെയുള്ള ഒരാളത്ത് ഇതിട്ട് എന്നെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞാൽ അനുഗ്രഹിക്കും? ഇല്ല. അപ്പൊ യമരാജൻ പറഞ്ഞു, ഈ 3 ദിവസത്തിന് വേണ്ടി അതിനൊരു പരിഹാരം എന്ന വണ്ണം എന്നിൽ നിന്നും 3 വരങ്ങൾ അങ്ങ് സ്വീകരിച്ചു. എന്നിൽ നിന്നും 3 വരങ്ങൾ അങ്ങ് സ്വീകരിച്ചു. അപ്പോ നചികേതസ് 3 വരങ്ങൾ ചോദിക്കും യമരാജന്റെ അടുത്ത്. അങ്ങനെ തുടങ്ങുന്ന നചികേതസും യമരാജനുമായിട്ടുള്ള സംഭാഷണമാണ് ഈ കഠോപനിഷത്തിന്റെ ഇതിവൃത്തം. 3 വരങ്ങൾ. അതിൽ 1ാമത്തെ വരത്തിലൂടെ നചികേതസ് ചോദിക്കുന്ന ഈ ഭൂമിയിലുള്ള
സൗഖ്യത്തിന് വേണ്ട കാര്യങ്ങൾ, ഭൂമിയിലെ സൗഖ്യത്തിന് വേണ്ട കാര്യങ്ങൾ. രണ്ടാമത് നചികേതസ് ചോദിക്കുന്ന വരം പറയുന്നത് സ്വർഗത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ. സ്വർഗം, സുഖം, സ്വർഗത്തിൽ നമ്മുടെ ഭൂമിയെക്കാളുള്ള സുഖമാണല്ലോ സ്വർഗത്ത്, അതിൻ്റെ കാര്യങ്ങൾ. പക്ഷെ മൂന്നാമത്തെ വരത്തുണ്ട് നചികേതസ് ഒരു ചോദ്യം ചോദിക്കും. അത് ആത്മവിദ്യ, അതിലേക്ക് നയിക്കുന്ന ചോദ്യം. ഇതിലേക്ക് നയിക്കുന്ന ചോദിച്ചാൽ ആത്മവിദ്യയിലേക്ക്. ഇതിന് ആദ്യത്തെ രണ്ട് ചോദ്യങ്ങൾക്കും ചോദ്യം തീരുന്നതിന് മുമ്പ് തന്നെ, അല്ലെങ്കിൽ ആവശ്യം തീരുന്നതിന്, വരങ്ങൾ ചോദിച്ചല്ലോ, ചോദിച്ചു തീരുന്നതിന് മുമ്പ് തന്നെ യമൻ കൊടുക്കും, സന്തോഷം കൊണ്ട് കൊടുക്കും. പക്ഷെ മൂന്നാമത്തത് യമരാജൻ കൊടുക്കില്ല. എന്നിട്ട് അവർ തമ്മിലുള്ള സംഭാഷണം, അതാണ് ഈ കഠോപനിഷത്തിന്റെ ഇതിവൃത്തം. ഇതിവൃത്തം എല്ലാവർക്കും മനസ്സിലായല്ലോ, ക്ലിയർ ആണല്ലോ, സംശയമൊന്നുമില്ലല്ലോ. കഥയാകുമ്പോൾ എത്ര എളുപ്പമല്ലേ? ശരി. ഗ്രന്ഥമുണ്ടോ കയ്യിൽ? പുസ്തകങ്ങളുണ്ടോ? ഇത് കൊടുക്കും. നമ്മുടെ സ്റ്റോക്ക് ഉണ്ടല്ലോ, ഇവിടെ ഗ്രന്ഥമുണ്ട്. ഇനി നമുക്ക് ഗ്രന്ഥത്തിലേക്ക് കിടക്കാം. ഈശാവാസ്യോപനിഷത്തും കേനോപനിഷത്തും പഠിച്ചതുപോലെയല്ല, ഇതിൽ മന്ത്രങ്ങളുടെ എണ്ണം കൂടുതലാണ്. അത് നമുക്ക് വേഗം വേഗം നോക്കി നോക്കി പോകേണ്ടതായിട്ടുണ്ട്. കാരണം നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ജസ്റ്റ് ഒരു അണ്ടർസ്റ്റാൻഡിങ്, പ്രിലിമിനറി അണ്ടർസ്റ്റാൻഡിങ്, എന്താണ് ഇതിൻ്റെ ഒരു ടിപ്പ് ഓഫ് ദ ഐസ്ബർഗ്, അത് മാത്രമാണ് ഇവിടെ, അല്ലേ? നമുക്ക് സമുദ്രത്തിൽ പോകുമ്പോൾ മഞ്ഞുമലയുടെ ഒരു നേരെ ഒരു ചെറിയ അറ്റം മാത്രമേ കാണാൻ പറ്റുള്ളൂ. ടൈറ്റാനിക്കിന്റെ കാര്യം പറഞ്ഞില്ല, അല്ലേ? നമുക്ക് ചെറിയൊരു താഴോട്ട് എന്താ വലിയ ഭീമാകാരമായ പർവ്വതമായിരിക്കും എന്ന് പറഞ്ഞ പോലെ ഈ ഉപനിഷത്തിന്റെ ഔട്ട് ജസ്റ്റ് ഫോർ പ്രിലിമിനറി ഇൻട്രൊഡക്ഷൻ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഒന്നാമത്തെ മന്ത്രം നോക്കുള്ളൂ. ഉഷൻഹ വൈ വാചസ്രവസഃ സർവവേദസം ദദൂ തസ്യഃ നചികേതാ നാമ പുത്ര ആസ. പുസ്തകം ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും എൻ്റെ മുഖത്തേക്ക് നോക്കിയിരിക്കുകയാണ്. ഉണ്ടെങ്കിൽ ഉള്ളവരെടുത്തോളൂ കേട്ടോ. കുഴപ്പമില്ല, ഉള്ളവർക്ക് മതി. കുശൻഹ വൈ വാചസ്രവസഃ സർവവേദസം ദദൂ തസ്യഃ നചികേതാ നാമ പുത്ര ആസ. വാചസ്രവസഃ അങ്ങനെ വാചസ്രവസൻ അങ്ങനെ വാചസ്രവസിന്റെ പുത്രൻ. കുശനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട്, എന്തിനെ ആഗ്രഹിച്ചുകൊണ്ട്? സത്പേര് ആഗ്രഹിച്ചുകൊണ്ട്. സർവവേദസം ദദൂ, തന്റെ എല്ലാ സമ്പത്തും നൽകാനായിട്ട് ഒരുങ്ങി, കൊടുക്കാനായിട്ട്, ദാനം ചെയ്യാനായിട്ട് ഒരുങ്ങി എന്ന് പറഞ്ഞാൽ വിശ്വജിത്ത് എന്ന യാഗം ചെയ്യാനായിട്ട് ഒരുങ്ങി. ആര്? വാചസ്രവസിന്റെ പുത്രനായിട്ടുള്ള വാചസ്രവൻ. ഉഷൻഹവൈ, സത്പേര് ആഗ്രഹിച്ചിട്ട്. തസ്യഹ, ഇങ്ങനെയുള്ള അദ്ദേഹത്തിന് നചികേതാ നാമ, നചികേതൻ എന്ന പേരുള്ള പുത്ര ആസ, ഒരു മകൻ, പുത്രൻ ഉണ്ടായിരുന്നു. ഒന്നാമത്തെ മന്ത്രം ക്ലിയർ ആണല്ലോ, വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പോകുന്നില്ല. അങ്ങനെ വാചസ്രവസിന്റെ പുത്രൻ, സത്പേര് അല്ലെങ്കിൽ ഉത്കൃഷ്ട ഫലങ്ങൾ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച് വിശ്വജിത്ത് എന്നൊരു യാഗം അദ്ദേഹം ചെയ്തു. അപ്പൊ അതില് തന്റെ സർവ്വ സമ്പത്തുകളും അദ്ദേഹം ദാനം ചെയ്യാൻ ഒരുങ്ങി. അദ്ദേഹത്തിന് നചികേതസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മകൻ ഉണ്ടായിരുന്നു. ഇതാണ് ആദ്യത്തെ മന്ത്രത്തിന്റെ വളരെ സരളമായിട്ടുള്ള അർത്ഥം. രണ്ടാമത്തെ മന്ത്രം. തംഹ കുമാരം സന്തം ദക്ഷിണാസു നീയമാനാസു ശ്രദ്ധാ ആവിവേശ സോ അമന്യത. കുമാരം സന്തം, അങ്ങനെ കുമാരനായിരിക്കുന്ന അല്ലെങ്കിൽ ബാലകനായിരിക്കുന്ന ആ നചികേതസ്, തം അവനിൽ, നചികേതസിൽ, ദക്ഷിണാസു ദക്ഷിണകൾ, ഋത്വിക്കുകൾ, ദക്ഷിണകൾ, നീയമാനാസു നയിക്കപ്പെട്ടുകൊണ്ടുപോകും എന്ന് പറഞ്ഞാൽ ആ കുമാരൻ, തമഹ കുമാരം സന്തം ദക്ഷിണാസു നീയമാനാസു, ഈ നമ്മൾ നേരത്തെ കഥയിൽ കണ്ട പോലെ ഋത്വിക്കുകൾ എന്ന് പറഞ്ഞാൽ ദാനം സ്വീകരിക്കേണ്ടവർ, അവർ സ്വീകരിച്ചിട്ട് കൊണ്ടുപോകുന്ന ഈ നയിച്ചുകൊണ്ട് പോകുന്ന പശുക്കളെ കണ്ടിട്ട് ആ കുമാരസം ശ്രദ്ധ ആവിവേശ, നചികേതസിനുള്ളിൽ ഒരു ശ്രദ്ധ. ഈ ശ്രദ്ധ എന്നുള്ളതിന് അർത്ഥം എന്താ? വേദാന്ത വാക്യം ശ്രദ്ധ എന്നുള്ളത് നമ്മുടെ മലയാളത്തിലെ ശ്രദ്ധ, കോൺസെൻട്രേഷൻ, ആ ഒരു അർത്ഥം മാത്രമല്ല.
അതിൻ്റെ ഉള്ളിലേക്ക് ഒരു ഡീപ്പ് മീനിങ് ഉണ്ട്. വിവേകാനന്ദ സ്വാമി ഉണ്ട്, വി കാൺ ട്രാൻസ്ലേറ്റ് ദ വേർഡ് ശ്രദ്ധ. ശ്രദ്ധ എന്നുള്ള വാക്കിനെ നമുക്ക് ശരിക്കും ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ ശരിക്കും നചികേതസിന് സംഭവിച്ചതാണ്. എന്താ, നചികേതസ് കണ്ടു ഈ ഋത്വിക്കുകൾ എന്ന് പറഞ്ഞാൽ ഈ യാഗം ചെയ്യുന്നവർ, അതിൽ ദാനം സ്വീകരിക്കുന്നവർ, അവർക്ക് ദാനം കിട്ടിയ ഈ പശുക്കളെ കൊണ്ട് നയിച്ചുകൊണ്ട് പോകുമ്പോൾ അത് കണ്ടിട്ട് ഈ നചികേതസിന്റെ ഉള്ളിൽ ഒരു ശ്രദ്ധ വന്നു. ഒരു പ്രത്യേക ഒരു ഫീലാണ് അല്ലെ. എന്താ ശ്രദ്ധ? നചികേതസിനെ സൂക്ഷിച്ച് നോക്കിയതാണ്. അങ്ങനെയല്ല, പശുക്കളെ കണ്ടു, പക്ഷെ ഉള്ളിലൊന്ന് ശ്രദ്ധ എന്താ, അയ്യോ ഇതുപോലത്തെ പശുക്കളെയാണോ എൻ്റെ അച്ഛൻ കൊടുക്കണേ? അച്ഛൻ്റെ എല്ലാ പുണ്യവും പോവും, സത്പേരും പോവും. അച്ഛൻ്റെ മാത്രമല്ലയോ, കുലത്തിന്റെ തന്നെ സത്പേരും പോവും അല്ലേ. കുലത്തിന്റെ തന്നെ സത്പേരും പോവും. ചിലപ്പോൾ അങ്ങനെയുണ്ട്. അച്ഛൻ്റെയോ അല്ലെങ്കിൽ അമ്മയുടെയോ പേരിൽ മാത്രമായിരിക്കില്ല നമ്മൾ അറിയുന്നത്. ചിലപ്പോൾ മുതുമുത്തശ്ശൻ്റെയോ അല്ലെങ്കിൽ നമ്മുടെ പരമ്പരയിൽ തന്നെ വളരെ സത്പേരുള്ള ആരെങ്കിലും ഉണ്ടാവും. കുലത്തിന്റെ രഘുവംശം കേട്ടില്ലേ? കാളിദാസന്റെ മഹാകവി രഘുവിന്റെ പേരിലാണ് രഘുവംശം, അത് എഴുതുന്ന മുഴുവൻ അല്ലെ എന്ന് പറയണത് പോലെ കുലത്തിന്റെ ഇത് മുഴുവൻ പോകും. അച്ഛന് പാപമാവും. എന്താ അച്ഛന് ചെയ്യണേ? എന്നിട്ട് എന്നാൽ എന്ത് ചെയ്യാം, ഇത് മാറ്റാനായിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരാക്ഷനിലേക്ക് നമ്മളത് നയിക്കുക കൂടെയാണ്. അതാണ് ശരിക്കും ഈ ശ്രദ്ധ. പറഞ്ഞാൽ നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ് നന്മയുടെ ഭാഗം പൂർണ്ണമായിട്ടും മനസ്സിലാക്കി തൊട്ടടുത്ത നിമിഷം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നൊരു ക്ലാരിറ്റി ഓഫ് തോട്ടും ഒരു പ്രവർത്തനത്തിലേക്കും അയാളെ നയിക്കുകയാണ് ശ്രദ്ധ. ആവിവേശ കമ്പകുമാരം സമ്പൻ ദക്ഷിണാസു നീയമാനാസു ശ്രദ്ധ ആവിവേശ സോ അമന്യത. അവൻ മനനം ചെയ്തു, ചിന്തിച്ചു, വിചാരിച്ചു. ഇത് കണ്ടിട്ട് നചികേതസ് ചിന്തിച്ചു, തംഹകുമാരം. ഇങ്ങനെയുള്ള നചികേതസിൽ ദക്ഷിണാസു നീയമാനാസു ശ്രദ്ധാവിവേശ സോ അമന്യത. ഈ ദക്ഷിണയായിട്ട് കൊടുക്കുന്ന, നയിച്ചു കൊണ്ടുപോകുന്ന ഇതൊക്കെ കണ്ടിട്ട് ശ്രദ്ധാവിവേശ, ശ്രദ്ധ ആസ്തിക്യ ബുദ്ധി നചികേതസിൽ ഉണ്ടായി. അമന്യത, അവൻ മനനം ചെയ്തു അല്ലെ. ഇനി മൂന്നാമത്തെ മന്ത്രം നോക്കിക്കോളൂ. ഇവിടെയാണ് ഈ കൊണ്ടുപോകുന്ന പശുക്കളുടെ വർണ്ണനയുള്ളത്. പീതോദക ജഗ്ധതൃണ ദുഗ്ധദോഹ നിരിന്ദ്രിയ അനന്ത നാമതേ ലോക സ്ഥാൻ സഗച്ഛതി താ ദദതു. നമ്മളാണ് ഈ വിശുദ്ധി യാഗം ചെയ്യുന്ന വിചാരിക്കുക. നമ്മൾ എന്തൊക്കെ ദാനം ചെയ്യും? എന്തൊക്കെ ദാനം ചെയ്യും പറയൂ. എന്തൊക്കെ ദാനം ചെയ്യും? നമ്മുടെ കുറേ സമ്പത്ത് പോട്ടെ, മുഴുവൻ സമ്പത്തും ദാനം ചെയ്യേണ്ട പ്രശ്നമാണ്. നമ്മുടെ സമ്പത്തിന്റെ പകുതി ദാനം ചെയ്യണം. എന്തൊക്കെ ദാനം ചെയ്യും? പഴയ തുണികള്, പിന്നെ പിന്നെ ഇപ്പൊ എല്ലാവർക്കും സ്മാർട്ട് ഫോണാണ്. പഴയ ഫോൺ ഉണ്ടെങ്കിൽ പഴയ ഫോണുകൾ മുഴുവൻ കൊടുക്കും. പിന്നെ വീട്ടില് പറമ്പിലും നമുക്ക് ആവശ്യമില്ലാത്ത സർവ സ്ഥാവര ജംഗമ വസ്തുക്കൾ. പിന്നെ ഭക്ഷണം. ഭക്ഷണം അല്ല, അന്നദാനം. ഓർത്തു, എന്നത്തെ ഭക്ഷണമാണോ? പിന്നെ എന്ത് ദാനം ചെയ്യും? ചില സമയത്ത് പറയും, ഇപ്പൊ ഇവിടെ ഗയയിലോ കാശിയിലോ എവിടെയാണെന്ന് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ ഇഷ്ടമുള്ള എന്തോ ഒരു സാധനം, ഭക്ഷണം അല്ലെ, അവിടെ ഉപേക്ഷിച്ചിട്ട് വരണം പറയും അല്ലേ. കേട്ടിട്ടുണ്ടോ? ഇത് പണ്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ വന്ന ഒരു ആചാരം മാറ്റി വെച്ചിരിക്കുകയാണ്. അവിടെ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഭക്ഷണ പദാർത്ഥം അവിടെ ഉപേക്ഷിച്ചിട്ട് വരണം. ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഭക്ഷണ പദാർത്ഥം. ഇപ്പൊ ചിലര് ഉപേക്ഷിക്കേണ്ട വെണ്ടയ്ക്ക, അവിടെ പറയും വളരെ ഇഷ്ടമാണ് വെണ്ടയ്ക്ക, ഉപേക്ഷിക്കുന്നവരുണ്ട്. ചിലർ ഏതെങ്കിലും ഒരു ഫലം ഉപേക്ഷിക്കണം വരും. അപ്പൊ നമ്മൾ ഉപേക്ഷിക്കുന്നത് പോമർഗ്രാനൈറ്റ്, മാതള നാരങ്ങ, ഒരിക്കലും നമുക്ക് കിട്ടാൻ സാധ്യതയില്ലാത്ത എല്ലാ സാധനവും. അത് കുഴപ്പമില്ല.
നഷ്ടമൊന്നുമില്ലല്ലോ, വിൻ വിൻ സിറ്റുവേഷനാണ്. അങ്ങനെയുണ്ട്. പക്ഷെ വേറെ ചിലരുണ്ട് കേട്ടോ, കാര്യമായിട്ട് ഉപേക്ഷിക്കും. ആ എന്നിട്ട് വരും. പക്ഷെ അതിലും പ്രശ്നമാണ്. എന്താ? ആ കാര്യമായിട്ട് ഉപേക്ഷിക്കും. ചിലര് എന്താ പറയാ, ചിലർക്ക് ഉപേക്ഷിച്ചിട്ട് വരും. എന്നിട്ട് എവിടെയെങ്കിലും ചെന്ന് കഴിയുമ്പോൾ ആരെങ്കിലും വിടുമ്പോൾ അതുണ്ടോ ചോദ്യമാണ്. ഞാൻ ഉപേക്ഷിച്ചപ്പോൾ വെണ്ടയ്ക്കാന്ന് വെച്ചോ, വെണ്ടയ്ക്ക ഉണ്ടോ ഇതില്? സാമ്പാർ വെണ്ടയ്ക്ക ഉണ്ടോ? സാമ്പാർ കഴിക്കാൻ പറ്റുന്നില്ല, എന്താ? ഞാൻ ഉപേക്ഷിച്ച. എവിടെ ഉപേക്ഷിച്ചു? എവിടെ ചെന്നാലും ഉണ്ടോ ഉണ്ടോ എന്നുള്ള ചോദ്യമല്ലേ, മനസ്സിലാക്കിയിരിക്കുകയല്ലേ. ആരും ഉപേക്ഷിച്ചിട്ടില്ല. നമ്മുടെ പാർട്ട് ആൻഡ് പാർസലായിട്ട് മാറിയിരിക്കുകയാണ് അത്. എവിടെ ഉപേക്ഷിക്കുന്നത്? രണ്ടും ഉണ്ട്. അപ്പൊ അത് ശ്രദ്ധിക്കുക. അപ്പൊ ഇവിടെ ഋത്വിക്കുകൾക്ക് കൊടുത്ത പശുക്കളുടെ കാര്യമാണ് പറയണേ. പീതോദക നമ്മളെ പോലെ തന്നെയായിരുന്നു പണ്ടുണ്ടായിരുന്നില്ല, വലിയ മാറ്റമൊന്നുമില്ല. അപ്പൊ പശുക്കളെയാണെന്ന് ദാനം ചെയ്തിട്ടുണ്ട്. എപ്രകാരമുള്ള പശുക്കളെ കൊടുത്ത്? പീതോദക. യാ ഏത് പശുക്കളാണോ പീതോദക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം കുടിച്ചു കഴിഞ്ഞത്. ഉദകം എന്ന് പറഞ്ഞാൽ വെള്ളം, പീത എന്ന് പറഞ്ഞാൽ കുടിക്കാൻ. പിന്നെ കുടിക്കാനുള്ള വെള്ളം എല്ലാം കുടിച്ചു കഴിഞ്ഞു. അതിന് അവസാനത്തെ വെള്ളവും കുടിച്ചു. ഇനിയൊന്നും ഇല്ല. ചിലപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ വളരെ പ്രായമായവർ കിടക്കുമ്പോൾ ജീവൻ അല്ലെ മരിക്കാൻ പോവുകയാണെന്ന് കാണാൻ നമ്മൾ എന്ത് കൊടുക്കും? പണ്ടൊക്കെ വീട്ടിൽ ഗംഗാജലം വെക്കുമായിരുന്നു. ഇപ്പോഴും പല വീടുകളും ഉണ്ട് ഒരു ഭദ്രമായിട്ട് ഗംഗാജലം. ഗംഗാജലം എത്ര വർഷം ഇരുന്നാലും ചീത്തയാവില്ല. അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഗംഗാജലത്തിന്റെ പ്രത്യേകതയാണ് എത്ര വർഷം കഴിഞ്ഞാലും ആ വെള്ളം ചീത്തയാണ്. അതങ്ങനെ തന്നെ ഇരിക്കും. ഒരു പ്രത്യേക സയന്റിഫിക് ഫിനോമിനയാണ്. കാരണം ഗംഗയെ അങ്ങോട്ടും ഒഴുകും ഇങ്ങോട്ടും ഒഴുകും, രണ്ട് സൈഡിലേക്കും പുഴ ഒഴുകും. ഗംഗ നമ്മൾ രാവിലെ പോയി ഗംഗാജലം നോക്കുമ്പോൾ ഇങ്ങനെയായിരിക്കും ഒഴുകുന്നത്. ഒരു 4-5 മണിക്കൂർ പോയി കഴിഞ്ഞ് പോകുമ്പോൾ അത് തിരിച്ചൊഴുകുന്ന കാണാൻ പറ്റും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സമുദ്രത്തിൽ വേലിയേറ്റം ഉണ്ടാകുന്ന സമയത്ത് സമുദ്രം പൊങ്ങില്ലേ, വെള്ളജലം പൊങ്ങുമ്പോൾ ഈ വെള്ളം തിരിച്ച് ഇങ്ങോട്ട് പോകും. അപ്പോൾ ഗംഗാജലത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അപ്പോൾ ഈ മരിക്കാൻ പോകുന്ന ആൾക്ക് അവസാനമായിട്ട് നമ്മൾ കുറച്ച് നാരായണ എന്നൊക്കെ പറഞ്ഞിട്ട് ഭഗവാന്റെ നാമമൊക്കെ പറഞ്ഞ് കുറച്ച് വെള്ളം ഇട്ടിച്ചു കൊടുക്കത്തില്ലേ, അതാണ് അവസാനമായിട്ട് കുടിക്കുന്ന വെള്ളം. കഴിഞ്ഞു ആളെ മരിക്കും. ഇന്ന് പറഞ്ഞ പോലെ ഇനി ഈ പശുക്കൾക്ക് വെള്ളമൊന്നും കുടിക്കാനില്ല, എല്ലാ വെള്ളവും കുടിച്ചു കഴിഞ്ഞു. പിന്നെ അവസാനത്തെ കാടി വെള്ളവും കുടിച്ചു കഴിഞ്ഞു. ഇനി ഒന്നും കുടിക്കാനില്ല, ആ പശുവിൽ നിന്ന് ഒന്നും കിട്ടാനില്ല. ജഗ്ധ തൃണ ജഗ്ധ തൃണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനത്തെ പുല്ലും അവസാനത്തെ തീറ്റയും കഴിച്ചു കഴിഞ്ഞു. കുടിക്കാനുള്ളത് കുടിച്ചു കഴിഞ്ഞും അവസാനത്തെ പുല്ല് കഴിക്കാനുള്ള സ്റ്റാമിന പോലും, പല്ലൊന്നും ചവയ്ക്കാനുള്ള ശേഷി പോലും ആർക്കില്ല? ഈ പശുക്കൾക്കില്ല. നിങ്ങൾ ചോദിക്കരുത് പിന്നെ ഇത് ചുമന്നുകൊണ്ടാണോ പോയെന്ന് ചോദിക്കരുത്. ഇത് പൊയറ്റിക്കായാലും ഒരു കാവ്യ ഭംഗിയിൽ, സംസ്കൃതം മനസ്സിലാകാനാണെങ്കിൽ ഇതിന്റെ കാവ്യ ഭംഗി ഒരു അലങ്കാര പ്രയോഗമാണ്. കാവ്യ ഭംഗി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് പറയുന്നത്. അയ്യോ, കുടിക്കാനുള്ള വെള്ളം എല്ലാം കുടിച്ചു കഴിഞ്ഞ് കഴിക്കാനുള്ള അവസാനത്തെ പുല്ലും കഴിച്ചു കഴിഞ്ഞ് നിരിന്ദ്രിയ, ഇന്ദ്രിയങ്ങളൊക്കെ തന്നെ പ്രവർത്തനരഹിതമായി. ചെവിയൊന്നും കേൾക്കില്ല. വിളിച്ചു കഴിഞ്ഞാൽ ലക്ഷ്മി സരസ്വതി എന്നൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ പശു കേൾക്കില്ല, കഴിഞ്ഞു. എന്ത് വിളിച്ചാലും, മേരി എന്ന് വിളിച്ചാലോ പാറന്ന് വിളിച്ചാലോ എന്ത് വിളിച്ചാലും, പശുവിന്റെ പേര് എന്ത് വിളിച്ചാലും അത് കേൾക്കുപോയി. കേൾവിയെല്ലാം പോയി കഴിഞ്ഞു. നിരിന്ദ്രിയായി, നേരെ നടക്കാനുള്ള ശേഷി പോലും, ഇന്ദ്രിയങ്ങളൊക്കെ തന്നെ പ്രവർത്തനരഹിതമായി. കറവയെല്ലാം കഴിഞ്ഞു. ഇന്ദ്രിയശക്തി എല്ലാം നശിച്ചു. ഇനി അത് പ്രസവിക്കുകയോ പാല് തരികയോ ഒന്നുമില്ല. അങ്ങനെയുള്ള പശുക്കളെയാണ് ഇവിടെ ഇദ്ദേഹം ദാനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പറയാണ് അനന്താനാമതേ ലോക താൻ സ ഗച്ഛതി താ ദദത്. അങ്ങനെയുള്ള ഈ ദാനം കൊടുക്കുന്ന ആള് അനന്താനാമതേ ലോക, അത്തരം ദതെന്ന് പറഞ്ഞാൽ നൽകുന്നത്, ദദാമി എന്നൊക്കെ പറയാം, ഞാൻ തരാം എന്ന് പറഞ്ഞോളെ. ഇങ്ങനെയുള്ള പശുക്കളെ നൽകുന്ന അച്ഛൻ ആനന്ദമില്ലാത്ത ലോകത്തിലേക്കാണല്ലോ പോകാൻ പോകുന്നത് എന്ന് ആര് ചിന്തിച്ചു? നച്ചിക്കേതത്ത് ചിന്തിച്ചു. നമുക്കെല്ലാം സന്തോഷമായിട്ടിരിക്കണം അല്ലേ? അപ്പം ആനന്ദമില്ലാത്ത ഒരു ലോകത്തിലേക്കാണ് അച്ഛൻ ഇതൊക്കെ കൊടുക്കുന്നത് കൊണ്ട് എത്തിപ്പെടാറുള്ളത്. എന്ന് പറഞ്ഞാൽ പാപകർമ്മമാണ് ചെയ്യുന്നത്. പാപത്തിന്റെ ഫലം നരകമാണ്. നരകത്തില് ഒരാനന്ദവും ഇല്ല അല്ലേ? നരകത്തില് എന്താ ശിക്ഷ മാത്രമാണെന്നൊക്കെ പറയല്ലേ? എന്ന് പറഞ്ഞാൽ അവിടേക്കാണല്ലോ അച്ഛൻ പോകാൻ പോകുന്നുള്ള ഒരു വ്യാകുലത ഈ നച്ചികേതസ്സിന് ഉണ്ടായി. അതാണ് മൂന്നാമത്തെ. നമുക്ക് വേഗം വേഗം പോവാം. നമുക്ക് ആത്മജ്ഞാനത്തിന്റെ ഒരു പോർഷൻ വരുമ്പോൾ
കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ഇനി 4ാമത്തെ മന്ത്രം നോക്കുക. സഹോവാച പിതരം തഥാ കസ്മൈ മാം ദാസ്യസീതി ദ്വിതീയം തൃതീയം തം ഹോവാച മൃത്യുവേ ത്വാ ദദാമീതി. സഹോവാച അവൻ, സഹ നചികേതസ്, ഉവാച പറഞ്ഞു, അല്ലെങ്കിൽ അച്ഛനോട് പറഞ്ഞു, പിതരം അച്ഛനോട് പറഞ്ഞു, താതാ അല്ലയോ അച്ഛ, സ്നേഹത്തോടെ വിളിക്കുന്ന താതാ. കുറച്ച് സ്നേഹം, ഒരു കുട്ടികൾക്ക് എന്തെങ്കിലും കാര്യം സാധിക്കാനുണ്ടെങ്കിൽ അവരുടെ വിളിയൊക്കെ മാറും, വിളിയുടെ ടോണൊക്കെ മാറും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചോ എന്നൊക്കെ വിളിക്കും അല്ലേ, ഒരു എന്ന് പറയുന്ന പോലെ താതാ. ഇവിടെയാണ് നചികേതസിന്റെ ആ ഒരു ഇത്. ഇതൊക്കെ കണ്ടിട്ടും അച്ഛനോട് പോയി തർക്കിക്കുകയല്ല അത് ചെയ്ത്. എന്ത് പണിയാണ് ചെയ്യുന്നത്? ഇങ്ങനെയാണോ? കുടുംബത്തിന്റെ പേര് മുഴുവൻ കളഞ്ഞു പോയി തർക്കിക്കുകയല്ല. അച്ഛൻ ദേവതുല്യനാണ് അല്ലെ? അല്ലെ? മാതാവ് മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യദേവോ ഭവ, അതിഥി ദേവോ ഭവ. ഇതൊക്കെ പഠിച്ച വ്യക്തിയാണ് ആര്? നചികേതസ്. വേദാധ്യയനം ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. നചികേതസിന് അറിയാം അച്ഛൻ ദേവതുല്യനാണ്, പിതാവ് ദേവതുല്യനാണ്. അതുകൊണ്ട് വളരെ ബഹുമാനത്തോടു കൂടി അച്ഛനൊരു മോശം കാര്യമാണ് ചെയ്യുന്നത്, എന്നാലും എന്നെ കൊണ്ട് അതെങ്ങനെ റെക്ടിഫൈ ചെയ്യാം, എന്നാലാവുന്ന തരത്തിൽ എങ്ങനെ റെക്ടിഫൈ ചെയ്യാം, അതിന് അച്ഛന് അനുവാദം വേണം. അപ്പൊ സൂത്രത്തിൽ അച്ഛനോട് താതാ എന്നൊക്കെ വിളിച്ചിട്ട് എന്നെ തഥാ കസ്മൈ ആർക്കാണ്, മാം എന്നെ, ദാസ്യസി എന്നെ ആർക്കാണ് നൽകാൻ പോകുന്നത് എന്ന് ചോദിച്ചു. അച്ഛനൊന്നും മിണ്ടിയില്ല. അത് മന്ത്രത്തിലില്ല, അണ്ടർസ്റ്റുഡ് ആണ്. കാരണം എന്താ? അടുത്തത് ദ്വിതീയം തൃതീയം തംഭവാന. ഇതേ കാര്യം തന്നെ 2ാമതും ചോദിച്ചു, 3ാമതും ചോദിച്ചു. ഉറപ്പല്ലേ, ആദ്യം ചോദിച്ചപ്പോൾ അച്ഛനൊന്നും പറഞ്ഞിട്ടില്ല. ഇതാണ് ഈ സംസ്കൃതത്തിന്റെ ഒരു ബ്യൂട്ടിയാണ്. പല കാര്യങ്ങളും അവിടെ ഉണ്ടാവില്ല. നമുക്ക് പൂരിപ്പിച്ച്, ഈ സമസ്യാപൂരണം എന്ന് പറഞ്ഞ പോലെ പൂരിപ്പിച്ചെടുക്കാം. സമസ്യാപൂരണം എന്ന് കേട്ടിട്ടുണ്ടാവും. സമസ്യാപൂരണം നല്ല രസകരമായ കാര്യമാണ്. കാളിദാസന്റെയൊക്കെ ഫേവറേറ്റ് ആണ്. ഭോജരാജാവ് എന്നൊരു രാജാവുണ്ട്. പെട്ടെന്ന് സമസ്യ പെട്ടെന്ന് മനസ്സിൽ വന്നത്. ഈ രാജാവിനൊരു വിനോദമുണ്ട്. എന്താ? അദ്ദേഹം ഈ സമസ്യകളോട് എന്ന് പറഞ്ഞാൽ 4 വരിയുള്ള അല്ല 6 വരിയുള്ള 8 വരിയുള്ള പദ്യങ്ങളൊക്കെ ഉണ്ടാവും. അതിന്റെ ഏറ്റവും അവസാനത്തെ വരി കൊടുക്കും, മേലെയുള്ള വരികളൊക്കെ പൂരിപ്പിക്കണം. ഏറ്റവും അവസാനത്തെ വരി മാത്രം കൊടുക്കും, മേലെയുള്ള വരികളൊക്കെ പൂരിപ്പിക്കണം. മലയാളത്തിലുള്ള ഒരു സമസ്യയാണ്. രാജാവ് അവസാനം പറഞ്ഞ വരി, പോയത്തിന്റെ അവസാനത്തെ വരി എന്താണെന്നറിയും? നിങ്ങൾ ബാക്കിയുള്ളവർക്ക് പൂരിപ്പിച്ചു തരണം. എന്താ അവസാനത്തെ വരി? ടം ടടം ടടടം ടടം ടം ടം. ഇതിന്റെ മേലെയുള്ളത് പൂരിപ്പിക്കണം. പൂരിപ്പിച്ച സ്വർണ്ണ നാണയങ്ങൾ സമ്മാനമാണ്. ഞാൻ തരില്ല, എന്തെയില്ല. പദ്യത്തിന്റെ അവസാനത്തെ വരെയാണ്. നോക്കൂ, ബ്രെയിന് നല്ല ആക്ടിവിറ്റിയാണ്. ഇപ്പോൾ ഉള്ള കുട്ടികൾ ഹോംവർക്ക് പോലും ചെയ്യിപ്പിക്കുന്ന ChatGPT കൊണ്ടാണ്. അറിയാമല്ലോ, ഒരു വർക്കും ഇല്ല. ടീച്ചർമാരെ ക്ലാസ്സിലിരുന്ന് ChatGPT കൊണ്ടാണ്, നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്ന ChatGPT ആണ്. ഇനി പരീക്ഷ കൂടെ അത് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ, വാല്യുവേഷൻ അത് ചെയ്ത് കഴിഞ്ഞാൽ പൂർത്തിയാവും. വേറെ ഒന്നുമില്ല. അറിയാമല്ലോ അല്ലേ? അങ്ങനെയാണ് നമ്മുടെ ബ്രെയിനിൽ നമ്മളൊരു വർക്ക് കൊടുക്കുന്നില്ല. വർക്ക് കൊടുക്കാതെ എന്താവും? കൂടുതൽ മടിയരാവും അല്ലേ? കൂടുതൽ എന്തുണ്ടാവില്ല? മന്ദീകരിക്കും. ഇവിടെ നോക്കൂ, ബ്രെയിൻ ആക്റ്റീവ് ആണ്. അതിനുവേണ്ടി ഇങ്ങനത്തെ കളികൾ. രാജാവ് പറഞ്ഞ ടം ടട്ടം ടടട്ടം ടട്ടം ടം ട. പിന്നെ മുകളുടെ എല്ലാം പൂരിപ്പിച്ചോളൂ. ഞാനത് ആശ്രമത്തിലെ ഗുരുകുലത്തിലെ കുട്ടികളോട് പറഞ്ഞു, അവര് പൂരിപ്പിച്ചു. ടാറ്റാ ടി ടി. ഞാൻ പറഞ്ഞു, അങ്ങനെ പൂരിപ്പിക്കുന്ന കാര്യമല്ല പറഞ്ഞ. അങ്ങനെ പോയി കഴിഞ്ഞാൽ ടാറ്റാ ടി ടി പോയി അവസാനം ടം വരുമല്ലോ. കാക്കാ കിക്കി പോയി അവസാനം കം വരുമല്ലോ. അങ്ങനെ പൂരിപ്പിക്കല്ലോ. അങ്ങനെയല്ല, ഒരു മീനിങ് ഉണ്ടാവും. അത് വായിച്ചു നമുക്ക് മനസ്സിലാവും, അർത്ഥവത്തായിരിക്കും. അത് പൂരിപ്പിച്ചു. എന്താ? രാജാവിനെ വെച്ച് തന്നെ പൂരിപ്പിച്ചു. എന്താ ഒരു കവി പറഞ്ഞു, രാജാവിന്റെ പേര് ഭോജ. എന്താ പറയും? ഭോജാരാജനെ കാൺമാനായി റാണി ഗോവണി കേറവേ. ഗോവണി എന്ന് പറഞ്ഞാൽ എന്താ? ചെപ്പ്. കളഭപാത്രം വഴുതിഹ. കയ്യിലിരുന്ന കളഭപാത്രം വഴുതിഹ. യോ കഷ്ടം. വീണുരുണ്ടു പടികളിൽ വീണുരുണ്ടു. എങ്ങനെ? ടം ടടം ടടടം ടടം ടം ടം. എന്ത് മനോഹരമാണ് അല്ലേ?
രാജാവ് സമ്മാനം കൊടുത്തു. എത്ര മനോഹരമായിട്ടാണ് പ്രതിഷ്ഠ. എന്നാ സരളമാണ് അല്ലേ? നമുക്ക് എന്തുകൊണ്ട് തോന്നിയില്ല? അത് തോന്നില്ല. കാരണം എന്താ? നമ്മളിതിന് പണിയൊന്നും കൊടുക്കാറില്ല. അപ്പോ ഇങ്ങനെയുള്ള എന്തെങ്കിലും അക്ഷര ശ്ലോകങ്ങൾ, ഇതൊക്കെ ചില നുറുങ്ങിയ കാര്യങ്ങളാണ്. ഇത് കുറേ കാര്യങ്ങൾ നമുക്ക് കിട്ടും. പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. നമുക്ക് തോന്നാണ് എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട്, പ്രൊഡക്റ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യുന്നു. ഇതിന് കുറച്ച് അത്യാവശ്യം എന്റർടൈൻമെന്റ് മാത്രമല്ല, ഇതിന് കുറച്ച് ഭക്ഷണവും കുറച്ച് പോഷണവും ഒക്കെ കൊടുക്കും അല്ലേ? എന്ന് പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഇതൊന്നും പറയുന്നില്ല. അണ്ടർസ്റ്റുഡ്, വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. പുസ്തകം നന്നായിട്ട് അറിയാമെങ്കിൽ വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പൊ ആദ്യം ഒന്നും പറഞ്ഞില്ല, രണ്ടാമതൊന്നും പറഞ്ഞാൽ മൂന്നാമത് അല്ലേ? ആ ദ്വിതീയം തൃതീയം തം ഹോവാച, രണ്ടാമതും മൂന്നാമതും ചോദിച്ചു. അപ്പൊ എന്താ? മൃത്യുവേ ത്വാദാമീതി, മൃത്യുവിന് എന്ന് പറഞ്ഞാൽ മൃത്യു, കാലന്, ത്വാ നിന്നെ, ദദാമീതി, ദദാമീതി ഞാൻ മൃത്യുവിന് തന്നെ കൊടുക്കുന്നു. പറഞ്ഞാൽ കാലന് നിന്നെ കൊടുക്കാൻ പോകാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത മന്ത്രം, അഞ്ചാമത്തെ മന്ത്രം നോക്കിക്കോളൂ. ഇത് കേട്ട് കഴിഞ്ഞപ്പോ നചികേതസ് ഇത് പ്രതീക്ഷിച്ചില്ല. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ എന്ത്? അച്ഛൻ എന്നെ കാലിന് കൊടുക്കുമെന്ന് ആര് പ്രതീക്ഷിച്ചില്ല? നചികേതസ് പ്രതീക്ഷിച്ചില്ല. നമ്മളിലും നമ്മുടെ ഉള്ളിലും നചികേതസ്മാരുണ്ട് അല്ലേ? നമ്മളും നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെയൊക്കെ അടുത്ത് ഇരുന്ന് അവരുടെ നല്ലതിന് വേണ്ടി ചില കാര്യങ്ങൾ പറയാറുണ്ട് അല്ലേ? പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കാത്ത റിപ്ലൈ ആണ് അവിടുന്ന് വരുന്നതെങ്കിലോ നമ്മൾ പതുക്കെ എസ്കേപ്പ് ആവും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ ചില കാര്യങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി കുട്ടികൾക്ക് വേണ്ടി നല്ലത് ചെയ്യാറുള്ളൂ. കുട്ടികളുടെ നല്ലതിന് വേണ്ടി നമ്മൾ പറയും, മോനെ അങ്ങനെയല്ല, അല്ല മോളെ അങ്ങനെയല്ല, ഇത് ഇങ്ങനെയാണ്, ഇങ്ങനെയാണ്, ഇങ്ങനെയാണ്. അപ്പൊ കുട്ടി എന്നാ അമ്മ ഒന്നും ചെയ്തു നൈസായിട്ട് നമ്മൾ അത്രയും പ്രതീക്ഷിച്ചില്ല എന്ന് പറയുന്ന പോലെ നചികേതസും ഇത് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അച്ഛൻ യാഗം ചെയ്യുന്നു, അച്ഛൻ അത്ര നല്ല രീതിയിലല്ല ചെയ്യുന്നത്, കുലത്തിന് തന്നെ ദോഷമുണ്ടാകാം, അതുകൊണ്ട് എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള അർത്ഥത്തിലാണ് ഞാൻ പോയി ചോദിച്ചത്. ഒന്നാമത് ചോദിച്ചപ്പോൾ ഒന്നും പറഞ്ഞില്ല, വീണ്ടും വീണ്ടും ചോദിച്ചപ്പോൾ പറഞ്ഞു നിന്നെ കാലന് കൊടുക്കുന്നു, ഇപ്പം എന്ത് ചെയ്യും? ഇത് നൈസായിട്ട് അവിടെ പോയേക്കാം. സാധാരണ കുട്ടികളാണെങ്കിൽ അച്ഛാ എന്നൊക്കെ വിളിച്ചിട്ട് അവിടെ പോകും അല്ലേ? ചികിത്സ അങ്ങനെയാണ്. ചികിത്സ ചോദിച്ചു, അച്ഛൻ ഇത് പറഞ്ഞു, സത്യം അച്ഛൻ്റെ വാക്ക് പാലിക്കണം. അപ്പോ നചികേതസ് ചിന്തിക്കുകയാണ് അടുത്ത മന്ത്രം. ബഹൂനാമേമി പ്രഥമോ ബഹൂനാമേമി മധ്യമഃ കിം ശുദ്ധ്യമസ്യ കർത്തവ്യം യന്മയാദ്യ കരിഷ്യതി. അഹം ഞാൻ ബഹൂനാം എന്ന വളരെ പേരുടെ കൂട്ടത്തില് അല്ല ഉത്തമന്മാരായിട്ടുള്ള ആളുകളിൽ ഒന്നുകിൽ ഞാൻ ഉത്തമനാണ് അല്ലെങ്കിൽ മധ്യമനാണ്. ഞാൻ ഒരിക്കലും അധമനല്ല. ഒരു ക്ലാസ്സിൽ കുറെ പേരുണ്ട്, കുറെ കുട്ടികളുണ്ട്. ഒന്നുകിൽ ഞാൻ ഏറ്റവും മികച്ച കുട്ടിയാണ്, അല്ലെങ്കിൽ മികച്ച കുട്ടികളുടെ കൂട്ടത്തിലാണ്, അല്ലെങ്കിൽ മാക്സിമം ഞാൻ എന്താ ആവറേജ് ആണ്. ഞാൻ ഒരിക്കലും ഫെയിൽ ആയിട്ടുള്ളൊരു കുട്ടിയല്ല, ഫെയിലല്ല. പിന്നെ എന്തുകൊണ്ടാവും എന്നെ യമന് കൊടുക്കാന്ന് പറഞ്ഞു അല്ലേ? യമന് കൊടുക്കാന്ന് പറഞ്ഞാൽ ഏകദേശം ഡിസ്കാർഡ് ചെയ്യുന്നല്ലേ, മരണത്തിന് കൊടുക്കാന്ന് പറഞ്ഞാൽ ഇനി വേറെ ഒന്നുമില്ല ചെയ്യാൻ. എന്തുകൊണ്ടാണ് എൻ്റെ അച്ഛൻ അങ്ങനെ പറഞ്ഞു? കുട്ടി പിച്ചു കുഞ്ഞാണ്, ഡിഗ്രിക്ക് വരുന്നേക്കൊന്നും പഠിക്കുന്ന കുട്ടിയല്ല, ഓട്ടഭാഷ ലക്ഷ്യം ചെയ്തത്. അപ്പോൾ ഈ കുട്ടി ചിന്തിക്കാണ്, എന്നെ എന്തുകൊണ്ടാണ് കാലിന് കൊടുക്കാന്ന് പറഞ്ഞു? ഞാൻ ഒരിക്കലും ഒന്നുകിൽ ഞാൻ പ്രഥമനാണ്, പ്രഥമ ശ്രേണിയിലുള്ള കുട്ടിയാണ്, അല്ലെങ്കിൽ മധ്യമനാണ്. ഒരിക്കലും ഞാൻ ഒരു ഏറ്റവും പൂർണ്ണമായും പരാജയപ്പെട്ടിട്ടുള്ള ഏറ്റവും താഴ്ന്ന ശ്രേണിയിലുള്ള ഒരു കുട്ടിയല്ല ഞാൻ. ഇനി എന്നെ യമന് പറഞ്ഞു യമന് ഞാനിപ്പോൾ എന്താ ചെയ്തെടുക്കാൻ പോകുന്നത്? ഞാൻ പോയിട്ട് യമനിനി എന്താ ചെയ്തെടുക്കാൻ പോവാ? ഇതൊക്കെ ആ കുട്ടി ചിന്തിക്കുകയാണ്. അച്ഛൻ വിചാരിച്ചു ഞാൻ യമന് പോവാം, അപ്പൊ യമന് ചെന്ന് ഞാൻ സഹായിക്കണ്ട അല്ലേ? ഞാൻ ഇനി പോയിട്ട് യമൻ എന്താ ചെയ്യാൻ പോകുന്നത്? യമരാജന് ഇതിൽ നിന്ന് എന്താ കിട്ടേണ്ടത്? അച്ഛൻ്റെ വാക്ക് കേട്ടിട്ട് നചികേതസ് വിചാരിക്കുകയാണ്, പുത്രന്മാരുടെ കൂട്ടത്തിൽ ഉത്തമനായിട്ടോ മധ്യമനായിട്ടോ മാത്രമേ ഞാനുള്ളൂ. ഈ ഉത്തമൻ ആരാ എന്ന് പറയാം? നിങ്ങളൊക്കെ മനോജ് സാറിന്റെ ശിഷ്യന്മാരാണ്, ശിഷ്യന്മാരും. ഉത്തമ ശിഷ്യൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് പറയും കേട്ടെ? ഉത്തമ ശിഷ്യൻ എങ്ങനെയാണ്, മധ്യമ ശിഷ്യൻ എങ്ങനെയാ, അധമ ശിഷ്യൻ എങ്ങനെയാണ്? മൂന്ന് ഈ കൂട്ടത്തിലുണ്ട്, പറഞ്ഞാൽ മതി. അവിടെ പറഞ്ഞു എന്താ? അതാണ് കറക്റ്റ്. മനോജ് സാറ് പറയാതെ തന്നെ
മനോജ് സാറിന്റെ മനസ്സിൽ എന്താണോ ഉള്ള ഇംഗിതം അത് ഗണിച്ചറിഞ്ഞ് അത് പറയുന്നതിന് മുമ്പ് തന്നെ ആര് പ്രാവർത്തികമാക്കുന്നു അവനാണ് ആര് ഉത്തമ ശിഷ്യൻ. ഇതെല്ലായിടത്തും കൊണ്ടുപോകാം കേട്ടോ. ഇവിടുത്തെ കാര്യം മാത്രമല്ല, ഉത്തമനായ ഭാര്യ അല്ല ഉത്തമയായ ഭാര്യ അവനെന്താ പതിയുടെ മനസ്സിൽ എന്താണോ അത് പതി പറയുന്നതിന് മുമ്പ് തന്നെ മനസ്സിലാക്കി അത് പ്രവർത്തിക്കുന്നത്. ഉത്തമനായ ഭർത്താവോ ഭാര്യയുടെ മനസ്സിൽ എന്താണോ ഉള്ളത് ഭാര്യ പറയുന്നതിന് മുമ്പ് അത് മനസ്സിലാക്കി പ്രവർത്തിക്കുന്നു. പലരും മുഖം മാറി. സ്വാമിക്ക് അങ്ങനെയൊക്കെ പറയാം. ഒരു പവൻ എന്താ വിലയെന്ന് അറിയാമോ? ഇവരുടെ മനസ്സിൽ എന്താണെന്നറിയാമോ? ഒരു കാറിന് എന്താ വിലയെന്ന് അറിയാമോ? പുതിയ ഡ്രസ്സ് ഐഫോൺ എന്താ വിലയെന്ന് സ്വാമിജിക്ക് അറിയോ? സത്യം പറഞ്ഞാൽ എനിക്ക് അറിയില്ല. എന്റെ ഫോൺ 5-6 വർഷം പഴയത് എന്തെങ്കിലും. അപ്പൊ എന്തായാലും ഉത്തമം എന്ന് പറഞ്ഞേക്കാം. എന്ത് ആ ഉത്തമനായ മകൻ അല്ലെ ഉത്തമനായ വിദ്യാർത്ഥി അധ്യാപകൻ പറയുന്നതിന് മുമ്പ് പിന്നെ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഇതാണ് ഞാൻ പോകുന്നത് മനസ്സിലാക്കി ഇങ്ങോട്ട് പറയുന്നതിന് മുമ്പ് തന്നെ അത് പ്രവർത്തിപ്പിക്കും അല്ലെ. നചികേതസ് ഉത്തമനാണല്ലേ. ശ്രദ്ധ കയറി നോക്കി ഉത്തമനിലും മുകളിൽ എന്തെങ്കിലും ഒരു ശ്രേണി ഉണ്ടോ അവിടെ നമുക്ക് നചികേതസിനെ കൊണ്ട് ഇരുത്താം. അച്ഛന്റെ മനസ്സിൽ പോലും തോന്നിയില്ല. നചികേതസിന് തോന്നിയല്ലേ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അച്ഛന്റെ കീർത്തി കുലത്തിന്റെ കീർത്തി എല്ലാം പോവും, എന്നാൽ എന്തെങ്കിലും ചെയ്യണം. ആ ഒരു വിധിയായി വന്ന അപ്പോഴാണ് പറഞ്ഞ കാലന് കൊടുക്കുന്നത്. അപ്പോഴാണ് നചികേതസ് വീണ്ടും ചിന്തിക്കുന്നത് ഞാൻ ഉത്തമൻ, മാക്സിമം മധ്യമൻ, താഴെ ഉത്തമൻ പറഞ്ഞു. മധ്യമനോ പറഞ്ഞിട്ട് പറയുന്ന കാര്യം പറയുന്ന പോലെ ചെയ്യണം. അത് പറയാനാ ഇൻസ്ട്രക്ഷൻ കിട്ടി ഇങ്ങനെ ചെയ്യുക. അത് അക്ഷരം പ്രതി അങ്ങനെ ചെയ്യുന്നവനാണ് ആര്? മധ്യം. അദ്ദേഹം പറഞ്ഞു സൂര്യ നമസ്കാരം ചെയ്യുക ദിവസവും 20 പ്രാവശ്യം. മുളത്തോട്ടം ചെയ്യും, ഒരു വലത്തോട്ടം ചെയ്യും. എന്താ ഇത് പറ്റീര അല്ലേ? മധ്യമനായിട്ടില്ല. 20 വട്ടവും കൃത്യമായി നിഷ്ഠയോടുകൂടി ചെയ്യണം. ഉത്തമനാണെങ്കിലോ ഇങ്ങോട്ട് പറയുന്നതിന് മുമ്പേ ഒരു 30 പ്രാവശ്യം ഉത്തമനായി. അദ്ദേഹം പറയാൻ വന്ന 20 വട്ടം ചെയ്യണം പറഞ്ഞു. ഞാൻ 30 വട്ടം ചെയ്തു ഗുരു. അപ്പോ ആ കണക്ഷൻ ആ റിലേഷൻ അങ്ങ് മാറി. ഇതേ കാര്യം നിങ്ങൾക്ക് നിങ്ങളുടെ വർക്ക് പ്ലേസിലും ഇംപ്ലിമെന്റ് ചെയ്ത് നോക്കാം. നിങ്ങളുടെ വർക്ക് പ്ലേസിൽ നിങ്ങൾക്ക് ഒരു ബോസ് ഉണ്ടാവും, നിങ്ങൾക്ക് വർക്ക് തരുന്ന ആളുണ്ടാവും. ഒരു കാര്യം കേട്ടോ, ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ആലോചിക്കണം. എന്താ വേറൊരു പഴഞ്ചൊല്ലുണ്ട്. എന്താ നനഞ്ഞ സ്ഥലത്തെ ആളുകൾ കൂടുതൽ കുഴിക്കത്തുള്ളൂ. അത് മനസ്സിൽ വെച്ചോണം കേട്ടോ. എന്താ ഇത് അർത്ഥം? വെള്ളം ഉള്ളിടത്തെ ആളുകൾ കൂടുതൽ കുഴിക്കുള്ളൂ. അത് മനസ്സിൽ വെച്ചോണം. പക്ഷെ അങ്ങനെയുള്ളവർക്ക് ഉന്നമനവും ഉണ്ടാവും. വെള്ളം കുഴിക്കാൻ കാരണം അവിടെ വെള്ളം കിട്ടുന്നതുകൊണ്ടാണല്ലോ കുഴിക്കുന്നത്. അപ്പോൾ എന്താകും? അവർക്ക് ഡിപ്പെൻഡൻസും അതും മനസ്സിലായി. ഓക്കെ. അപ്പൊ അധമനോ? അധമൻ എങ്ങനെ? ഗുരു ആവശ്യപ്പെട്ടാലും ചെയ്യില്ല. അവനാണ് ആര്? അധമൻ. ഇതിന് താഴെ ഒരു ശ്രേണിയിലുണ്ട് കേട്ടോ. എന്താ? ഗുരു ആവശ്യപ്പെടാൻ പോലും പറ്റില്ല. എന്താ? ഗുരുവിന്റെ മുന്നിൽ വന്നാലല്ലേ ആവശ്യപ്പെടാൻ പറ്റും. വരികയില്ല. ഗ്രന്ഥത്തിലല്ലേ, തമാശക്ക് പറഞ്ഞല്ല. അങ്ങനെ ഒരു ശ്രേണിയുണ്ട്. എന്താ? വരികയില്ല. അഡ്മിഷൻ എടുത്തിട്ട് ആദ്യത്തെ ക്ലാസ്സിൽ എത്തും, പിന്നെ വരികയില്ല. പിന്നെ വരും എപ്പോഴാ? എക്സാമിന് മുന്നേ വന്ന് സാഷ്ടാംഗം ഗുരു. വീട്ടിലെന്തൊക്കെ ബുദ്ധിമുട്ടായിരുന്നു അറിയാമോ? കരഞ്ഞ് കാര്യം നേടാൻ എല്ലാ ആക്ടിങ്ങുമായിട്ട് വരുന്നത് അല്ലെ. എല്ലായിടത്തും കാണും ഈ ഒരു 3 തരം അല്ലെങ്കിൽ 4 തരം അല്ലെങ്കിൽ 5 തരം എല്ലാ മേഖലകളിലും നമുക്ക് കാണാൻ പറ്റും. എല്ലാ മേഖലകളും ഇവിടെ പറയണത് ഉത്തമനായി മാറണം. ഞാൻ ഉത്തമനാണ് അല്ലെങ്കിൽ മധ്യമനാണ് അറ്റ് മാക്സിമം. ഞാൻ ഒരിക്കലും അധമനല്ല. അങ്ങനെയുള്ള എന്നെ അച്ഛൻ എന്തിനാണ് യവന്റെ അടുത്തേക്ക് അയക്കുന്നത്? ഞാൻ എന്താണ് യവരാജിന് വേണ്ടി ചെയ്യാൻ പോകുന്നത്? എന്നിൽ നിന്ന് എന്താണ് യവന് സാധ്യമായിട്ടുള്ളത്? യവൻ ദേവനാ. നമ്മളൊക്കെ എല്ലാവരും ശരിക്കും പറഞ്ഞാൽ യവനെ പേടിയല്ലേ? ശരിക്കും യവൻ ദേവനാണ്. ദേവൻ ഭരണക്കാരനല്ലേ. പഞ്ചപാണ്ഡവരിൽ 5 പേരില്ലേ? 5 പേരിൽ ഏറ്റവും മികച്ചതാണ് ആരൊക്കെ? 5 പേര് എന്ന് പറഞ്ഞേ: യുധിഷ്ഠിരൻ, ഭീമൻ, അർജുനൻ, നകുലൻ,
അതെ. ഈ 5 പേരിൽ ഏറ്റവും മികച്ചതാരാ? അത് പ്രശ്നമാണ്. കാരണം ധനുർവേദത്തിലാണെങ്കിൽ അർജുനനാണ് അല്ലേ? ഗദയുടെ കാര്യത്തിലാണെങ്കിൽ ഭീമനാണ്. കഴിക്കുന്ന കാര്യത്തിലാണെങ്കിലും ഭീമനാണ് അല്ലേ? അപ്പൊ ഏതിലാണ് മികച്ചതെന്ന് പറയണം അല്ലേ? സ്വഭാവത്തിൽ യുധിഷ്ഠിരനാണ്. എന്താ കാര്യം? സത്യം മാത്രമേ പറയൂ. ഇവരെല്ലാവരും സത്യം മാത്രമേ പറയാറുള്ളൂ. ഇത് മാത്രമല്ല, ധർമ്മം, ധർമ്മരാജാവ് അല്ലെ? ധർമ്മത്തെ വിട്ട് യുധിഷ്ഠിരനൊന്നും ചെയ്യില്ല. ധർമ്മപുത്രൻ എന്നാ വിളിക്കുന്നത് അല്ലെ? കാരണം എന്താ? ധർമ്മപുത്രൻ എന്ന് വിളിക്കാൻ കാരണം എന്താ? യുധിഷ്ഠിരന്റെ അച്ഛനാരാ? യുധിഷ്ഠിരന്റെ അച്ഛനാരാ? യമനാണ്. യമനാണ്. കുന്തി ദേവി യമനെയാണ് ദുർവാസാവ് കൊടുത്ത മന്ത്രപ്രകാരം യമനോടാണ് പ്രാർത്ഥിക്കുന്നത്. ധർമ്മിഷ്ഠനായ ഒരു പുത്രൻ എനിക്കുണ്ടാകും. അങ്ങനെ യമന്റെ അനുഗ്രഹപ്രകാരമാണ് കുന്തി ദേവിക്ക് ആര് മകനായിട്ട് ജനിക്കുന്നത്? യുധിഷ്ഠിരൻ. ധർമ്മ സാമ്രാട്ടാണ്. ഈ കുരുക്ഷേത്ര യുദ്ധം നടക്കുന്ന സമയത്ത് ഫേമസ് ആയിട്ടൊരു കൊട്ടേഷൻ എന്താ? അശ്വത്ഥാമാഹത കുഞ്ചര അല്ലേ? എന്താ അർത്ഥം? അശ്വത്ഥാമാവ് മരിച്ചു. പക്ഷേ അത് പറയുന്നത് വരെ അറിയാമല്ലോ, കഥ അറിയാലോ അല്ലേ? യുദ്ധം നടക്കുന്ന സമയത്ത് ഈ പാണ്ഡവരും പല രീതിയിലും പയറ്റി നോക്കും, പക്ഷെ ഒരു രക്ഷയില്ല. ദ്രോണാചാര്യര് അദ്ദേഹമാണ് സർവ്വസൈന്യാധിപൻ. ഭീഷ്മ പിതാമഹൻ ശരശയിൽ കിടക്കുകയാണ്. അദ്ദേഹത്തിന് റാണിയില്ലാഞ്ഞിട്ടല്ല, അദ്ദേഹം മതിയാക്കി പോയി കിടക്കുകയാണ്. എന്നിട്ട് ദ്രോണാചാര്യർ തന്റെ സർവ്വശക്തിയും എടുത്ത് പോരടിച്ചു. അവസാനം പാണ്ഡവർ കഴിയുന്നത്ര നോക്കിയിട്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. പാണ്ഡവരുടെ കൺമുന്നിൽ മുഴുവൻ സൈന്യവും നാശഭിന്നമായിട്ട് പോകുന്ന കാണുക. അതുപോലെയാണ് ദുര്യോധനന് ദ്രോണാചാര്യ വാക്ക് കൊടുത്തില്ലേ, ഞാൻ യുധിഷ്ഠിരനെ ബന്ദിയാക്കി പിടിച്ചു തരാം. ദുര്യോധനൻ പറയും, ബന്ദിയാക്കി പിടിച്ചു തരാണ് യുദ്ധം തീർക്കാം, പാണ്ഡവർക്ക് രാജ്യം കൊടുക്കാം. അത് കാരണം ദ്രോണര് സർവ്വശക്തിയും എടുത്ത് പോരാടും. പാണ്ഡവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. എന്ത് ചെയ്യും? ഇപ്പൊ കൃഷ്ണൻ ഉപായം പറഞ്ഞിടും. എന്താ? പുത്രനെ വളരെ സ്നേഹമാണ്. ആർക്ക്? ദ്രോണര്. അശ്വത്ഥാമാവ് മരിച്ചു എന്നറിഞ്ഞാൽ പുത്രമോഹമുണ്ട്. അശ്വത്ഥാമാവാണ് ഏറ്റവും. അശ്വത്ഥാമാവ് മരിച്ചു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അജന്താണ്. ഇത് കേട്ട പാടെ ഭീമൻ എന്ത് ചെയ്തു? ഭീമന്റെ തന്നെ സൈന്യത്തിൽ അശ്വത്ഥാമാവ് എന്ന പേരുള്ള ഒരു ആനയുണ്ട്. ഈ ആനയെ പോയി അതുകൊണ്ട് തല്ലി പോയി. നോക്കൂ, അപ്പോഴും കള്ളം പറയുന്നില്ല. ഗുരുവിന്റെ അടുത്ത് പോയി പറഞ്ഞാൽ മതിയായിരുന്നു, അശ്വത്ഥാമാവ് മരിച്ചു, ആനെ കൊല്ലേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെ ശരിയല്ലല്ലോ. അപ്പൊ സ്വന്തം സൈന്യത്തിലുള്ള അശ്വത്ഥാമാവ് എന്ന പേരുള്ള ആനയെ തല്ലിക്കൊന്നിട്ട് ഭീമൻ എന്ന് പറയും, ഞാൻ അശ്വത്ഥാമാവിനെ കൊന്നു. ദ്രോണർ വിശ്വസിക്കില്ല. പറയും, നിന്നാൽ അത് സാധ്യമല്ല, നിന്നെ കൊണ്ട് അത് പറ്റില്ല, നിന്നെ കൊണ്ട് കുട്ടിയെ കൂടില്ലെന്ന് പറയില്ലേ? വീണ്ടും വിളിച്ചു. പലരും പറയും ദ്രോണരുടെ സംശയം. അപ്പൊ സംശയം തീർക്കാനായിട്ടാണ് ആരുടെ അടുത്ത് പോകുന്നത്? യുധിഷ്ഠിരന്റെ അടുത്ത്. നോക്കൂ, ദ്രോണർക്ക് ഏറ്റവും വിശ്വാസം യുധിഷ്ഠിരന്റെ. പറഞ്ഞ കൗരവരുടെ സൈന്യത്തിലെ സർവ്വസൈന്യാധിപന് ഏറ്റവും വിശ്വാസം ആരെയാണ്? എതിർ സൈന്യത്തിലെ രാജാവിനെയാണ് വിശ്വാസം. എന്നിട്ട് യുധിഷ്ഠിരന്റെ അടുത്ത് ചോദിക്കും, ഞാൻ ഈ കേട്ടത് സത്യമാണ്. അപ്പൊ എല്ലാവരും പേടി. ഇയാളിനി എന്താ പറയാൻ പോണെന്ന് അറിയില്ല. കാരണം ജീവിതം മുഴുവൻ സത്യം മാത്രമേ പറയുള്ളൂ. ധർമ്മം വിട്ട് വേറെ ഒരു കാര്യം അയാൾ പറഞ്ഞിട്ടില്ല. പാഞ്ചാലി വസ്ത്രാക്ഷേപം ചെയ്തത് പോലും മിണ്ടാതിരുന്ന ആളാണ് അല്ലേ? ശബ്ദനായിട്ട് തല മുന്നിട്ടിരുന്നതാണ്, ഞാൻ അടിമയാണെന്ന് പറഞ്ഞിട്ട്. ഇയാളിനിപ്പോ എന്താ പറയാൻ പോണേ? അപ്പോ എല്ലാം കൃഷ്ണൻ ഇങ്ങനെ ധൈര്യമായിട്ട് പറഞ്ഞു അല്ലേ? അപ്പൊ ഓർക്കെ പറയുന്ന അശ്വത്ഥാമാത കുഞ്ചന. ഉറക്ക അശ്വത്ഥാമാവ് കൊല്ലപ്പെട്ടു. ശബ്ദം കൊടുത്തു ഇനി കുഞ്ചന എന്ന ഗാനയാണ്. അത് കേൾക്കില്ല, കാരണം യുദ്ധകാലത്തിൽ വളരെ സൈലന്റ് ആണ്, ഒരു ശബ്ദവും ഇല്ലല്ലോ. ഉറക്കം പോയി പറയാം അശ്വത്ഥാമാവ് മരിച്ച വിഷയം. ഇത് പറയുന്നതോട് കൂടി ഇപ്പൊ ആഖ്യാനത്തിൽ പറയുന്ന അതുവരെ യുധിഷ്ഠിരന്റെ രഥത്തിന്റെ ചക്രങ്ങള് ഇങ്ങനെ മണ്ണ് മുട്ടാതെ പൊങ്ങിയാണെന്നാണ് പറയുന്നത്. കാരണം അയാളുടെ വ്യക്തിപ്രഭാവം കാരണം, ധർമ്മത്തിന്റെ പ്രഭാവം കാരണം, സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും പ്രഭാവം കാരണം. ഇത് പറയുന്നതോടുകൂടി യുധിഷ്ഠിരന്റെ രഥം ഭൂമിയിൽ സ്പർശിക്കും. അത്രമാത്രം സത്യത്തിന് മൂല്യം, ധർമ്മത്തിന് മൂല്യം. ആര്? യുധിഷ്ഠിരൻ. എന്തുകൊണ്ട്? യമന്റെ മകനായിരുന്നു യമരാജന്റെ. അപ്പൊ നമ്മൾ ശരിക്കും പേടിക്കേണ്ട ആളല്ല. ശരിക്കും നോക്കിയേ, യമന്റെ ഡ്യൂട്ടി അല്ല, യമരാജാവിന്റെ ഡ്യൂട്ടി അല്ല, നമ്മളെ കൊണ്ടുവരുന്ന മാത്രമാണ്. പിന്നെ
ആ അദ്ദേഹമാണ് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നില്ലേ, ആരെങ്ങോട്ട് പോകണം, എന്ത് ചെയ്യണം. ധർമ്മിഷ്ഠനായ മാത്രമേ സാധിക്കുകയുള്ളൂ. ധർമ്മത്തിന്റെ മൂർത്തി സ്വരൂപം ധർമ്മരാജൻ. അപ്പൊ അദ്ദേഹത്തിന്റെ മകനാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ അടുത്തേക്കാണ് നചികേതസ്, ഞാൻ ഇനി അവിടെ പോയി എന്ത് ചെയ്യാനാണ്? അദ്ദേഹത്തിന് എന്നാൽ എന്താ സാധ്യം? അച്ഛൻ എന്നെ അദ്ദേഹത്തിനെ കൊടുത്തിരുന്നു, ഞാനിനി അവിടെ പോയി എന്ത് ചെയ്യാനാണ്? അതാണ് ബഹൂനാമേവി പ്രഥമോ ബഹൂനാമേവി മധ്യമ. വളരെ പേരുടെ കൂട്ടത്തിൽ നിങ്ങൾ ഞാൻ പ്രഥമനാണ്, ഒന്നാം ശ്രേണിപ്പെട്ട ആളാണ്, അല്ലെങ്കിൽ ഞാൻ മധ്യമനാണ്, മധ്യപദം അവൻ. പക്ഷേ എന്നെ എന്തുകൊണ്ടാണോ യമൻ അയച്ചത്? കിം അവിടെ ചെന്നിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടത്? കർത്തവ്യം എന്മയാത്തെ കരിഷ്യസി. ഞാൻ അവിടെ ചെന്നിട്ട് ഞാൻ ചെയ്യേണ്ട കർത്തവ്യം എന്താണോ എന്ന് അദ്ദേഹം ആലോചിക്കും. അടുത്ത മന്ത്ര ഒരു മന്ത്രം നമുക്ക് കേൾക്കാം. അനുപശ്യ യഥാപൂർവേ പ്രതിപശ്യ തഥാപരേ സസ്യമിവ മർത്യഃ പശ്യതേ സസ്യമിവ ജായതേ പുനഃ. ശരിക്കും കഠോപനിഷത്തില് ഒരു മന്ത്രത്തിൽ നിന്ന് അടുത്തൊരു മന്ത്രത്തിലേക്ക് ഒരു കറക്റ്റ് ഒരു ചെയിൻ പോലെ ഒരു പോക്കില്ല. നമ്മൾ ഇത് നേരത്തെ പറഞ്ഞതുപോലെ ഈ ടം ടടം ടടം ടംടാന്ന് ഇടയ്ക്കുള്ള കാര്യങ്ങളെ നമ്മൾ ഊഹിച്ചെടുക്കണം. അത് ശങ്കരാചാര്യ സ്വാമികളുടെ ഭാഷ്യത്തിലും മറ്റു കാര്യത്തിലും ഒക്കെ സ്പഷ്ടമായിട്ട് പറഞ്ഞു. അതിനാണ് ആചാര്യ പദ്ധതി അനുസരിച്ച് തന്നെ പോകണമെന്ന് പറഞ്ഞു. കാരണം ഇത് വളരെ പണ്ടൊക്കെ ഈ സൂത്രങ്ങളെന്ന് പറയും. എന്ത് സൂത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം പണ്ട് ഈ അച്ചടി പ്രസ്സോ ശാലകളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ എന്താ ആളുകൾ ശ്രുതി എന്ന് പറയുന്നത്, ശ്രുതി കേൾക്കുക എന്നുള്ളതല്ലേ, കേട്ട് അത് ഓർമ്മയിൽ വെക്കും അല്ലേ. അപ്പൊ അത് ഓർമ്മയിൽ വെക്കാൻ വലിയൊരു പാരഗ്രാഫ് ആയിരിക്കും എടുക്കും, അത് ചെറിയൊരു ഇതായിരിക്കും, ചെറുതായിരിക്കും. അപ്പൊ ഇന്ന് പറയുമ്പോൾ കീ വേർഡ്സ്, കീ ഫ്രേസസ് ആക്കി മാറ്റും. ഇപ്പൊ അഥാതു ബ്രഹ്മ ജിജ്ഞാസ, ബ്രഹ്മസൂത്രത്തിലെ ആദ്യത്തെ സൂത്രം എന്താ? അഥാതു ബ്രഹ്മ ജിജ്ഞാസ. ഇത്രയേ ഉള്ളൂ, ഓർത്തിരിക്കാൻ എളുപ്പം. പക്ഷേ അത് അൺപാക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലൊരു പുസ്തകം എഴുതും. ഈ പറഞ്ഞ E=mc², അല്ലേ? ഓർത്തിരിക്കാൻ വളരെ എളുപ്പം. E=mc². ഒരു നഴ്സറി കുട്ടിയുടെ പറഞ്ഞാലും പറയും E=mc², പെട്ടെന്ന് പഠിക്കും. അത് എക്സ്പ്ലെയിൻ ചെയ്ത് വന്നാലോ, അല്ലേ, ഒരു വലിയ കാര്യങ്ങൾ എന്ന് പറഞ്ഞതുപോലെ കാര്യങ്ങൾ ഷോർട്ടായിട്ടാണ് പറയണത്. അത് മനസ്സിലാക്കി പോകാം. അപ്പൊ ഇവിടെ പറയണത് അച്ഛൻ്റെ മകൻ അച്ഛനെ ഒരു സമാശ്വസിപ്പിക്കുകയാണ് ഇവിടെ ഈ ഒരു മന്ത്രത്തിലൂടെ. മകൻ അച്ഛനെ ഒരു സമാശ്വസിപ്പിക്കുക. എന്താ പറയണേ? അനുപശ്യ യഥാപൂർവേ പ്രതിപശ്യ തഥാപരെ സസ്യമിവ മർത്യേ പച്യതേ സസ്യമിവ ജായതേ പുനഃ. പിന്നെ പൂർവികന്മാരായിട്ടുള്ള പിതാമഹന്മാരെ അല്ല ഇന്നുള്ള സജ്ജനങ്ങളും സത്യത്തിൽ നിന്നും പിന്മാറാതെ എങ്ങനെയാണ് ജീവിച്ചതെന്ന് അച്ഛനൊന്ന് ആലോചിക്കുക. ഇവരൊക്കെ തന്നെ, കാരണം അച്ഛന് വിഷമമായി, എന്തായാലും മകൻ വളരെ സീരിയസ് ആയിട്ട് എടുത്തു. ഞാൻ വെറുതെ പറഞ്ഞാണെങ്കിൽ സീരിയസ് ആയിട്ട് എടുത്തു, അവന് പോകണം. അച്ഛന് വിഷമമായി, ഇനി എന്താ ചെയ്യാൻ പോണേ? അങ്ങനെയുള്ള അച്ഛനെ സമാശ്വസിപ്പിച്ചുകൊണ്ട് നചികേതസ് പറയുകയാണ്, നമ്മുടെ പൂർവികന്മാരെ എല്ലാം ആലോചിക്കുക, അവരൊക്കെ തന്നെ സത്യത്തെ മുറുകെ പിടിച്ചവരാണ്, സത്യത്തെ ഒരിക്കലും കൈവിട്ടിട്ടില്ല. അതുകൊണ്ട് അച്ഛനും അങ്ങനെ തന്നെ ചെയ്യണം എന്നുള്ള പറയണം, അല്ലെ? ഇന്നുള്ള സജ്ജനങ്ങളും ഇപ്പോഴുള്ള പൂർവികന്മാരെ മാത്രമല്ല ഇപ്പോൾ ജീവിച്ചിരുന്ന സജ്ജനങ്ങളും അല്ലെ, സത്യത്തെ മുറുകെ പിടിക്കണമാണ്. അതുകൊണ്ട് സത്യത്തെ മുറുകെ പിടിക്കണം, സത്യത്തിൽ നിന്നും പിന്മാറാതിരിക്കുക. അത് മാത്രമല്ല, ശരി എന്തിനു വേണ്ടിയാ ഇങ്ങനെ വിചാരിക്കണേ? എനിക്ക് വേണ്ടിയല്ലേ? ഞാൻ ഒരു ഉദാഹരണം ഇവിടെ പറഞ്ഞു, സസ്യമിവ എന്ന് പറയുന്നത് ഒരു സസ്യത്തെ പോലെ അല്ലേ. സസ്യം ജനിക്കുന്നു, സസ്യം ഇല്ലാണ്ടാവും, അടുത്ത മഴത്ത് വീണ്ടും ഇതെല്ലാം ഇങ്ങനെ പൊങ്ങി വരികയും ചെയ്യും, അല്ലേ? എന്ന് പറയുന്ന പോലെ ഇത്ര നിസ്സാരമാണ് മനുഷ്യജന്മം എന്ന് പറയുന്നത്. വലിയ ആചാരിക്കേണ്ടത്. ഇന്ന് അച്ഛൻ്റെ മകനാണ് ഞാൻ, അടുത്ത ജന്മം ചിലപ്പോൾ എൻ്റെ മകനായിരിക്കും അച്ഛൻ. ലളിതവാക്യായിരിക്കും. രാമായണത്തിന്റെ ഓരോന്നും ഉണ്ടായിരുന്നല്ലോ. രാമായണം, രാവിലെ ഗുരുവുണ്ടല്ലോ, യോഗാവശിഷ്ടം. യോഗാവശിഷ്ടത്തിലെ ഒരു ലളിത ഉപാഖ്യാനമുണ്ട്, യോഗാവശിഷ്ടം. അത് സമയം കിട്ടുവാണെങ്കിൽ വായിച്ചോണ്ട് കേട്ടോ. ഈ ലളിത എന്ന് പറഞ്ഞ ഇവർക്ക് പൂർവ്വജന്മ സ്മരണ കിട്ടും.
എന്താ പൂർവജന്മസ്മരണം, അത് ജന്മമെന്നല്ല പറയണ്ടേ, പൂർവജന്മങ്ങളുടെ സ്മരണം. ഒരു ഇതുവരെ എടുത്ത എല്ലാ ജന്മങ്ങളുടെയും സ്മരണം കേട്ടോ. അയ്യോ നല്ല രസമാണ്. എന്തൊക്കെയായിട്ട് ജീവിച്ച് എന്തൊക്കെ സ്വർഗത്തിൽ അപ്സരസായി ദേവതായി അങ്ങനെ ഇവിടെ ഇവിടെ സസ്യലതാദികളായി മനുഷ്യനായി മൃഗമായി എന്തൊക്കെ ഏതൊക്കെ യോനികളുടെ എന്തൊക്കെ ഞാൻ അനുഭവിച്ചിരിക്കുന്നു, എത്ര ജന്മങ്ങളായിട്ട് ഈ ഒരു സ്മരണ കിട്ടും. ഇന്ന് പറയുന്ന പോലെയാണ് ഗീതയിൽ ഭഗവാൻ പറയുന്നില്ല എന്താ, ഇവിടെ ശരീരം എന്ന് പറയുന്നത് ഒരു വസ്ത്രം പോലെയാണ് അല്ലെ. വസ്ത്രം പഴകി കഴിയുമ്പോൾ അത് ഉപേക്ഷിച്ചിട്ട് നമ്മൾ പുതിയൊരു വസ്ത്രം എടുക്കും എന്ന് പറയുന്നത് പോലെ അല്ലേ ഉള്ളൂ അച്ഛാ. അച്ഛൻ വിഷമിക്കാറ്, പക്ഷെ സത്യത്തെ ഒരിക്കലും കൈവിടാൻ പാടില്ല. അതാണ് നചികേതസ് അച്ഛനെ സമാശ്വസിപ്പിക്കുന്ന ഇതാണ് അല്ലെ. മനുഷ്യൻ സസ്യങ്ങളെ പോലെയാണ് അല്ലെ, പാകം വന്ന് നശിക്കുകയും ചെയ്യും, വീണ്ടും ജനിക്കുകയും ചെയ്യും. മനുഷ്യ ശരീരം അത്ര മാത്രമേ ഉള്ളൂ. അപ്പൊ അച്ഛൻ എന്നെ ഓർത്ത് വിഷമിക്കേണ്ട, ഞാൻ സന്തോഷവാനാണ്, ഞാൻ യമന്റെ അടുത്തേക്ക് പോവുകയാണെന്നുള്ളതാണ് പറയണത്. അപ്പൊ 6ാമത്തെ മന്ത്രം അവിടെ കഴിഞ്ഞു. കറക്റ്റ് സോ അങ്ങനെ തിരശ്ശീല വീഴും. 1ാമത്തെ ഈ നാടകമല്ല, ഇവിടെ കടുപ്പോപനിഷത്തിലെ ഈ 1ാമത്തെ ഭാഗത്തിന് തിരശ്ശീല വീഴും. അടുത്ത 7ാമത്തെ മന്ത്രം കണ്ടോ, അടുത്തത് യമലോകം. വൈശ്വാനര പ്രവിശതി അതിഥിർ ബ്രാഹ്മണോ ഗൃഹാൻ തസ്യൈതാം ശാന്തിം കുറുവൻ ഹര വൈവസ്വതോദകം. 7ാമത്തെ മന്ത്രം ഇങ്ങനെയാണ് തുടങ്ങുന്നത്. അത് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്പൊ 6ാമത്തെ മന്ത്രം നമ്മൾ അവസാനിപ്പിക്കുകയാണ്. കാരണം ഇൻട്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് സമയമെടുക്കും. അപ്പോൾ 1ാമത്തെ രംഗം കഠോപനിഷത്തിൽ ഇവിടെ അവസാനിച്ചു. അച്ഛനെ സമാധാനപ്പെടുത്തിയിട്ട് ഈ കുട്ടി ഇവിടെ പോയി തിരശ്ശീല വീണു. അടുത്ത മാസം ഈ തിരശ്ശീല ഇവിടെ പൊങ്ങുമ്പോൾ എന്തായാലും യമനും ആളുകളിവിടെ ഉണ്ടാവും. എത്ര നചികേതസ് ഉണ്ടാവും നമുക്ക് അറിയില്ല. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഓരോ ദിവസവും ഓരോ നചികേതസ് ആണല്ലോ. അപ്പോൾ സ്ഥിരമായിട്ട് വരുന്ന ഓരോ നചികേതസുകളും ഉണ്ട് കേട്ടോ. അതവന്റെ കാര്യം ഞാൻ ആ വഴിക്കില്ല, ഇങ്ങനെയാണ് ഞാൻ ആ വഴിക്കില്ല. അതാരാ? ഉത്തമൻ മധ്യമൻ അധമനും താഴെ അല്ലേ. പറഞ്ഞാലും പറയാൻ പറ്റണ്ടേ, പറഞ്ഞാലല്ലേ പറയാൻ പറ്റുള്ളൂ. അപ്പോ ഇത് വളരെ നമ്മൾ നേരത്തെ 2 ഉപദേശത്തിൽ കണ്ടുവരുന്നത് വളരെ രസകരമാണ്. ഇവൻ ആദ്യത്തെ 2 മന്ത്രം ഞാൻ പറഞ്ഞല്ലോ, നചികേതസ് ഭൂമിയിലെ കാര്യങ്ങളൊക്കെ. സത്യം പറഞ്ഞാൽ യമരാജൻ പറഞ്ഞ 3 വരം ഭരിച്ചോളാനാണ്. ആദ്യത്തെ വരത്തിൽ തന്നെ നചികേതസ് നമ്മൾ വിചാരിക്കുന്നില്ല കേട്ടോ, കുട്ടിയാണെങ്കിലും വളരെ ബ്രില്യൻ്റാണ്. ആദ്യത്തെ മന്ത്രത്തിൽ തന്നെ ഒറ്റ മന്ത്രത്തിൽ കൂടെ കുറെ കാര്യങ്ങൾ സാധിക്കും. ഒറ്റ മന്ത്രത്തിൽ കൂടെ കുറെ കാര്യം സാധിക്കും. 2ാമത്തെ മന്ത്രത്തിൽ കൂടെ വീണ്ടും കുറെ കാര്യങ്ങൾ സാധിക്കും. എന്നിട്ട് 3ാമത്തെ മന്ത്രം വരം ചോദിക്കുമ്പോൾ അദ്ദേഹം അത് തരാൻ പറ്റില്ല, എന്ത് വേണമെങ്കിലും ചോദിച്ചു. ഈ ലോകം ഇതുവരെ കണ്ടിട്ടുള്ളതിലും വെച്ച് ഏറ്റവും വലിയ പ്രലോഭനം ഇവിടെ കാണാൻ പറ്റും. യവരാജാവ് നചികേതസിന് മുന്നിൽ ഓഫർ ചെയ്യും. നമ്മൾ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ പ്രലോഭനം എന്താ? ഓണം ബമ്പറാണോ? എത്ര കോടിയോ ഇപ്പം? 25 കോടിയോ? അതല്ല ജാക്ക് പോട്ടോ? നമ്മൾ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഇതെന്താ പ്രലോഭനം? എന്താ? ഓരോരുത്തരും ആലോചിക്കും, ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും അല്ലേ. എന്തെങ്കിലും ആട്ടെ, എന്തായാലും ഇതുപോലെയുള്ള സുഖങ്ങളാണ് അല്ലേ, ശരീരത്തിനും മനസ്സിനും ഒക്കെ കിട്ടുന്ന കാശ് കൊണ്ടും അല്ലെങ്കിൽ വേറെ പലതുകൊണ്ടും കിട്ടുന്ന സുഖങ്ങളും സൗഖ്യങ്ങളുമാണ് പ്രലോഭനങ്ങളായിട്ട് വെക്കുന്നത് അല്ലേ. എന്ന് പറയുന്ന പോലെ നചികേതസിന്റെ മുന്നിൽ പ്രലോഭനങ്ങളുടെ ഒരു പട്ടിക തന്നെ, നീണ്ട പട്ടിക തന്നെ യമരാജൻ കാണിക്കും. നമ്മളായിരുന്നെങ്കിൽ എപ്പോഴേ അവരുടെ വേണ്ടത്. നചികേതസ് പറയും അവസാനം സഹി കിട്ടുന്ന നചികേതസ് പറയും ഇതൊക്കെ നീ തന്നെ വെച്ചു, എനിക്ക് വേണ്ട, എനിക്ക് ഈ ചോദിച്ചത് മാത്രം കിട്ടുക. അവസാനം യമരാജൻ അത് കൊടുക്കാൻ ബാധ്യസ്ഥൻ. വെറുതെ ഒന്നും കൊടുക്കില്ല. ഏറ്റവും വിലപ്പെട്ട കാര്യം നന്നായിട്ട് പരീക്ഷിച്ചിട്ടല്ലേ കൊടുക്കുള്ളൂ അല്ലേ എന്ന് പറയുന്നത്. സത്യത്തില് ഈ ഉപനിഷത്ത് പഠനം പോലും ഇങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മൾ കണ്ടില്ലേ, ഗുരുവിന്റെ അടുത്ത് ചെന്നിട്ട് ഗുരു ശരിക്കും പരിശോധിക്കും, പരീക്ഷിക്കും. പണ്ടൊക്കെ ഗുരുവിന്റെ അടുത്ത് തന്നെ പറയാം, വന്നോ ഗുരു പഠിക്കാനാണോ, 100 പശുക്കളുണ്ട് കൊണ്ടുപോകും, ഇതൊരു 200 എണ്ണാകുമ്പോൾ തിരിച്ചോ. അല്ലെ പറയും ശരി, ഗുരുകുലത്തിൽ താമസിക്കും. 3 കൊല്ലം ബ്രഹ്മചര്യം പാലിച്ച് നിഷ്ഠയോടുകൂടി ഇവിടെ താമസിക്കും. അത് കഴിയുമ്പോൾ നിങ്ങൾ ചോദ്യം ചോദിക്കും. 3 കൊല്ലം അവിടെ ഗുരുവിന്റെ കൂടെ താമസിച്ച് ആശ്രമത്തിലെ കാര്യങ്ങളൊക്കെ ചെയ്ത് അത് കഴിയുമ്പോഴാണ് ഒരു ചോദ്യം ചോദിക്കാനുള്ള അർഹത കിട്ടുന്നത്. ഇന്നെന്താ
അങ്ങനെയല്ല, നേരെ തിരിച്ചല്ലേ. ഒന്ന് കേട്ടാൽ മതി നിങ്ങൾ എന്നുള്ള അവസ്ഥയിലേക്ക് പോയി. എന്തുമായിട്ട് സന്തോഷം. ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ എന്നിട്ട് മനനം ചെയ്യുക. കഥയായിട്ട് ഓർത്തിരിക്കാൻ എളുപ്പമായിരിക്കും, പക്ഷെ കഥയ്ക്കുള്ളിലുള്ള ആശയങ്ങൾ ഇന്ന് നമ്മൾ സംസാരിച്ചതിൽ പ്രധാനപ്പെട്ട 2-3 ആശയങ്ങൾ വന്നിട്ടുണ്ട്. ഇന്ന് പ്രണാമ മന്ത്രത്തിന് വന്ന് 3 തരത്തിലുള്ള ശാന്തികൾ, പിന്നെ പ്രാർത്ഥന. എന്താ? ശ്രോതാവും വക്താവും രണ്ടുപേരും ഒന്നിച്ച് സൗഖ്യത്തെ ഒന്നിച്ച് പരിപോഷിപ്പിക്കണം. അധ്യയനം ചെയ്ത് നമ്മുടെ പാർട്ട് ആൻഡ് പാർസൽ ആവണം. ഒരു തരത്തിലുള്ള വിഘ്നവും ആവാൻ പാടില്ല. ഇതാണ് ഒന്നാമത്തെ ഒരു ടേക്ക് അവേ. രണ്ടാമത്തെ എന്താണ്? കഥ തുടങ്ങി എങ്ങനെയുള്ള നചികേതസിന്റെ സ്വഭാവം, അതാണ് പഠിക്കേണ്ടത്. എന്താ? നചികേതസ് കുട്ടിയാണെങ്കിൽ പോലും എന്തുണ്ട്? ശ്രദ്ധ. ശ്രദ്ധയ്ക്ക് വേണ്ടി നിലകൊള്ളാനുള്ള ധൈര്യം, സധൈര്യം. അതെങ്ങനെയാ? വിനയത്തോടുകൂടി, ധാർഷ്ട്യത്തോടു കൂടിയല്ല. അതാണ് പ്രധാനം. വിനയത്തോടുകൂടി തന്നെ അച്ഛൻ്റെ അടുത്താണെങ്കിൽ ആ ശ്രദ്ധയ്ക്ക് വേണ്ടി നിലകൊള്ളും. എന്താ ശ്രദ്ധ? ധർമ്മത്തിന് വേണ്ടി, അല്ലെ, നീതിക്ക് വേണ്ടി. എന്നാൽ എന്ത് ചെയ്യാൻ ഇപ്പൊ സാധിക്കുന്നുള്ള ആ ശ്രദ്ധ അതെപ്പോഴും വേണം. ഏത് ചുറ്റുപാടും നമുക്ക് വേണം. അതുണ്ടെങ്കിൽ മാത്രമേ ആരുടെ ദർശനം കിട്ടത്തുള്ളൂ? യമന്റെ ദർശനം കിട്ടുള്ളൂ. യമനാണ് ഇവിടെ വക്താവ്, യമനാണ് ഇവിടെ സദ്ഗുരു. അങ്ങനെയുള്ള ഒരാളുടെ മുന്നിൽ യമന്റെ ദർശനം കിട്ടത്തുള്ളൂ. കാരണം എന്താ? നചികേതസ് ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല എന്ത്? ബ്രഹ്മവിദ്യ. പക്ഷെ അവിടേക്ക് എത്തിച്ചു. എന്താ എത്തിച്ച്? ഈ ശ്രദ്ധ, ഈ അവസ്ഥയ്ക്ക് ബുദ്ധി, ഈ ധർമ്മത്വം, അല്ലെ, അത് നമുക്ക് വേണം. അപ്പൊ നചികേതസിനുള്ള ഈ ഒരു സ്വഭാവം നമ്മളിലേക്ക് വരണം. പിന്നെ ആരുടെ സ്വഭാവം നമുക്ക് ഉണ്ടാവരുത്? നചികേതസിന്റെ അച്ഛന്റെ സ്വഭാവം. എന്താ? പേരിന് വേണ്ടി, പ്രശസ്തിക്ക് വേണ്ടി ഓരോരോ കാര്യങ്ങൾ ചെയ്യാം. അതുപോലുള്ള ഒരു ദാനകർമ്മവും എന്ത് കൊടുക്കരുത്? ആവശ്യമില്ലാത്ത വസ്തു കൊടുക്കുന്നത് ദാനമല്ല, പാപം. നമുക്ക് ആവശ്യമില്ലാത്ത വസ്തു ഒരിക്കലും വേറൊരാൾക്ക് ദാനം ചെയ്യും. ഉപയുക്തമാണെങ്കിൽ മാത്രമേ ചെയ്യൂ. ആ ഉപകാരശൂന്യമായ ഒരു വസ്തു ദാനം ചെയ്യും. അത് ഓൾറെഡി നമ്മുടെ പുണ്യത്തെ, നമ്മൾ ആർജിച്ച പുണ്യത്തെ നശിപ്പിക്കും. പിന്നെ അടുത്ത അവസാനത്തെ ഒരു ടേക്കവേ എന്താ? ഓർക്കുന്നുണ്ടോ? എന്താ? നചികേതസ് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഉത്തമനാണ്, അല്ലെങ്കിൽ മധ്യമനാണ്. മാക്സിമം മധ്യമം വരെ പോകാൻ പാടുള്ളൂ. അതിന് താഴേക്ക് ഒരിക്കലും പോകരുത്. എങ്ങനെ ഉത്തമനാവാന്ന് പറഞ്ഞു, അല്ലേ? ഗുരുവിനാണെങ്കിൽ, പല്ലോടാണെങ്കിൽ, ഭർത്താവിനോടാണെങ്കിൽ, എന്തിനേറെ അയൽക്കാർക്ക് പോലും ഉത്തമനായ അയൽക്കാരാവാൻ പറ്റും. നമ്മുടെ അയൽക്കാർക്ക് നമ്മളൊരു ഉത്തമനായ ഉത്തമയായ അയൽക്കാരിയാവാൻ പറ്റും. അത് ജീവിതത്തിലെ എല്ലാ മേഖലകളിലും പ്രാവർത്തികം പറ്റും. നചികേതസ് അങ്ങനെയുള്ള വ്യക്തിയാണ്. അങ്ങനെയുള്ള വ്യക്തിക്ക് എന്ത് വരികയുള്ളൂ? ശ്രദ്ധ വരികയുള്ളൂ. അങ്ങനെയുള്ള ശ്രദ്ധ വന്ന വ്യക്തിയുടെ മുന്നിലേക്ക് ആര് വരുള്ളൂ? യമരാജൻ. ഇതാണ് ആഖ്യാന രൂപത്തിൽ പറഞ്ഞത്. നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത്സത്. ശ്രീരാമകൃഷ്ണാർപ്പണമസ്തു. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം.